അടുത്ത പദ്ധതിയാണ് സ്നേഹപൂർവം. ഓക്കെ, സ്നേഹപൂർവം. ഓക്കെ, മാതാപിതാക്കൾ ഇരുവരും അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുകയോ അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് സാമ്പത്തിക പരാധീനത ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരുവാണെങ്കിൽ അങ്ങനത്തെ അവസ്ഥയിൽ കുട്ടികളെ ഒന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ താമസിപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസം നൽകി അവരെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. ഇത് ഇത്രയും വലിച്ചു നീട്ടിയൊന്നും അവർ ചോദിക്കൂല. അച്ഛനമ്മമാർ അല്ലെങ്കിൽ അനാഥരായ അല്ലെങ്കിൽ ഒരാൾ മാത്രം ജീവിച്ചിരിക്കുന്ന കുട്ടികളെ സ്വഭവനങ്ങളിലോ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിലോ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി ഏതെന്നായിരിക്കും ചോദിക്കുക. അപ്പൊ അത് മാസം എനിക്ക് തോന്നുന്നു ഒരു 600 രൂപ എങ്ങാണ്ടാണ് ഇതിന്റെ ഇത് പ്രൈസ്. എത്രയാണ് ധനസഹായം എന്ന് പഠിക്കണമെന്നില്ല. എന്താണ് സംഭവം എന്ന് പഠിക്കുക. സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഒന്നില്ലെങ്കിൽ പാരന്റ്സ് രണ്ടുപേരും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുള്ള ആ കുട്ടികളെ ഒന്നില്ലെങ്കിൽ സ്വന്തം ഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ എന്തായാലും വിദ്യാഭ്യാസം അവർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ വിദ്യാഭ്യാസം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ്. അതിനൊരു നിശ്ചിത ധനസഹായം അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ സ്വന്തം ഭവനങ്ങളിൽ ഇപ്പൊ അച്ഛനാണ് മരിക്കുന്നതെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് കുട്ടിയെ വളർത്താൻ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണ അവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൺകുട്ടികളെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒന്നില്ലെങ്കിൽ എന്താണ് വേറെ വല്ല ജോലിക്കും അങ്ങനെ കൂടെ. അപ്പൊ ഇപ്പൊ നമുക്കറിയാലേ ബാലവേലെല്ലാം നിരോധിച്ചിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ അവർക്ക് കൃത്യമായ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം എന്തായാലും ഉറപ്പു നൽകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹപൂർവ്വം. ഓക്കെ, അപ്പൊ ഇത് പേരിന്ന് നമുക്ക് കിട്ടൂല. അപ്പൊ നിങ്ങളിത് കറക്റ്റ് ആയിട്ട് നോക്കി തന്നെ പഠിക്കുക. ഒന്നില്ലെങ്കിൽ മാതാപിതാക്കളിൽ രണ്ടുപേരും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരും മരിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഒരാൾ മരിച്ചുപോയി മറ്റേ ജീവിച്ചിരിക്കുന്ന ആൾക്ക് സാമ്പത്തിക പരാധീനതയാൽ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ ഒന്നില്ലെങ്കിൽ സ്വന്തം ഭവനങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ അവരെ നിർത്തി വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. പ്രതിമാസ ധനസഹായം അവർ കൊടുക്കുന്നുണ്ട്. അതാണ് സ്നേഹപൂർവ്വം. ഈ സ്നേഹ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി പദ്ധതികളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു സ്നേഹക്കൂട്. എന്തായിരുന്നു സ്നേഹക്കൂട്? മുഹമ്മദ് റജീസ് പറയും, സ്നേഹക്കൂട് എന്തായിരുന്നു? മാനസിക രോഗം വന്ന് റീഹാബിലിറ്റേഷൻ സെന്റർ മാറിക്കഴിഞ്ഞാൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി. ഓക്കെ, സ്വാസ്ഥ്യം എന്തായിരുന്നു ഗ്രേസ്? സ്വാസ്ഥ്യം ഗ്രേസ് ഇല്ലേ? എന്തോ? നേരത്തെ തന്നെ ക്യാൻസർ കണ്ടെത്തി ക്യാൻസർ പ്രിവെൻഷൻ ഏർലി ട്രീറ്റ്മെന്റ് സാധ്യമാക്കുന്ന പദ്ധതിയായിരുന്നു. ഓക്കെ, ഞാനിത് ഇടയ്ക്ക് ചോദിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇത് നമ്മൾ ഇന്നത്തെ ബാക്കി പദ്ധതികളും കൂടി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് അറിയൽ വരുമാവും. അപ്പം ഓരോന്നും കൃത്യമായ പേര് നോക്കിയില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനിൽ 4 എണ്ണം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷെ കൃത്യമായിട്ട് ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും പിന്നെ അന്നേരം. ഓക്കെ, ഇത് എഴുതിയെടുത്തോ. സ്ലൈഡ് ശരി. അപ്പം ഈ സ്നേഹപൂർവ്വത്തിന്റെ ഇത് നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. അതിന്റെ ഇതാണ് പറയുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ 5ാം ക്ലാസ് വരെയും മാസം 300 രൂപയാണ്. അതുപോലെ 6th മുതൽ 10th വരെ മാസം 500 രൂപ. 9th 12th അതുവരെ 750 രൂപ. പിന്നെ ഡിഗ്രി പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളാണെങ്കിൽ 1000 രൂപ. ഈ കണക്ക് പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇത് എഴുതിയെടുക്കണ്ട. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് താലോലം.
ഓക്കെ, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഒന്നില്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അല്ലെങ്കിൽ നാഡീ രോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ സെറിബ്രൽ പാൽസി, അതുപോലെ ഓട്ടിസം, അല്ലെങ്കിൽ അസ്ഥി വൈകല്യങ്ങൾ, ഇങ്ങനത്തെ അസുഖങ്ങൾ, അതുപോലെ എൻഡോസൾഫാൻ രോഗബാധിതര്, അതുപോലെ ഡയാലിസിസ്, കിഡ്നി ഡിസോർഡേഴ്സ് ഉള്ളവർക്കുള്ള ഡയാലിസിസ്, ഇങ്ങനെ എല്ലാ ഹീമോഫീലിയ എല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം എന്താണ് ശസ്ത്രക്രിയ ആവശ്യമാണെങ്കിൽ അതിനുള്ള എല്ലാത്തിനും കൂടിയുള്ള ധനസഹായം, ട്രീറ്റ്മെന്റിനുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ഇത് താലോലം. അപ്പൊ ഇതിന് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒട്ടുമിക്ക പദ്ധതികളും സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ ഇവിടെയും ക്രൈറ്റീരിയ ഒക്കെ സെയിം തന്നെ, BPL ആണ്. പക്ഷെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് രോഗങ്ങൾ, എല്ലാത്തരം രോഗങ്ങളും വരുന്നുണ്ട്. ഹീമോഫീലിയ, അതുപോലെ ഡയാലിസിസിനുള്ളവര്, സർജറിക്കുള്ളവര്, അതുപോലെ ബോൺ റിലേറ്റഡ്, അസ്ഥി റിലേറ്റഡ്, ഓട്ടിസം ഉള്ളവര്, ഹൃദയ സംബന്ധമായ രോഗമുള്ളവര്, നാഡീരോഗമുള്ളവര്, അതുപോലെ എൻഡോസൾഫാൻ രോഗബാധിതര്, എല്ലാവർക്കുള്ള ധനസഹായം, ചികിത്സാ ചെലവിന് വേണ്ടിയിട്ടുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് താലോലം. ഇത് ഒത്തിരി തവണ ഒത്തിരി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് താലോലം നമുക്ക് അറിയാലേ, കുട്ടികളെയല്ലേ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒട്ടുമിക്ക അസുഖങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ശരി, അടുത്ത പദ്ധതിയിലേക്ക് പോവാം. അടുത്തത് ആശ്വാസകിരണം. അതായത് പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായമാണ്. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പിലായവര്, പൂർണ്ണമായിട്ടും കിടപ്പിലായവർ, അവർക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള അവർക്കല്ല, അവരെ പരിചരിക്കുന്നവർക്ക്, അതായത് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് കൊടുക്കുന്ന പ്രതിമാസ ധനസഹായമാണ്. ചിലപ്പോൾ കുടുംബത്തിലുള്ളവരെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരായിരിക്കാം. എന്തായാലും അതിന് കുറച്ച് സർട്ടിഫിക്കറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. വില്ലേജ്, അതുപോലെ തന്നെ ഇവരായിട്ടുള്ള ബന്ധം കാണിക്കുന്ന അങ്ങനത്തെ കുറച്ച് ഇച്ചിരി പ്രൊസീജിയേഴ്സ് ഉള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ നമുക്കിതൊന്നും പഠിക്കണ്ട, നമുക്കിങ്ങനെ ഓർത്താൽ മതി. ഇങ്ങനെ തന്നെ അത് ചോദിക്കുന്നത്, പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക്. അപ്പൊ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കിടപ്പിലായവർക്ക് കൊടുക്കുന്നതല്ല, കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായമാണ്. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ധനസഹായം. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ അടുത്തൊരു പദ്ധതിയും കൂടി എഴുതാം, അത് സൈഡിലില്ല. സമാശ്വാസം. അപ്പൊ ആശ്വാസകിരണവും സമാശ്വാസവും ഒരുമിച്ച് പഠിക്കാം. അടുത്ത പദ്ധതി സമാശ്വാസം. പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ആദ്യം പറയാം. BPL ആയിട്ടുള്ള രോഗികൾക്കാണ് സമാശ്വാസ പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നില്ലെങ്കിൽ വൃക്ക രോഗികൾ, അതുപോലെ കരൾ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ പോലുള്ള ജനിതക രോഗങ്ങൾ, ഇതെല്ലാം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായമാണ് സമാശ്വാസം. ഓക്കെ, ഇപ്പം എല്ലാ മാസവും ഡയാലിസിസ് ചെയ്യുന്ന അത്യാവശ്യമുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സമാശ്വാസം. മാസം 1100 രൂപയാണ് അത് ധനസഹായമായിട്ട് കൊടുക്കുന്നത്. അത് ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ആശ്വാസകിരണം ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്കുള്ളതാണ്. അടുത്ത പദ്ധതി നമ്മൾ പറഞ്ഞത് സമാശ്വാസം ദാരിദ്ര്യരേഖയിൽ താഴെയുള്ള രോഗികൾക്കാണ്. വൃക്ക രോഗികളും കരൾ രോഗികളും, അതുപോലെ തന്നെ ജനിതക രോഗങ്ങൾ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ പോലുള്ള രോഗങ്ങളുള്ളവരെയും, മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്നവര്, അവർക്കൊക്കെ ആണെങ്കിൽ കേരള സർക്കാർ കൊടുക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം. മാസം 1100 രൂപയാണ് അതിൽ കൊടുക്കുന്നത്.
സമാശ്വാസം പദ്ധതി BPL ആയിട്ടുള്ള രോഗികൾക്കാണ്, വൃക്ക രോഗികൾ അതുപോലെ കരൾ രോഗികൾക്കാണ്, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ പോലുള്ള രോഗികൾക്കാണ്. അതുപോലെ പ്രതിമാസം ഡയാലിസിസിന് വിധേയരാകുന്ന രോഗികൾക്ക് ഒരു ബാധകമാണ്. മാസം 1100 രൂപയാണ് സമാശ്വാസ പദ്ധതി പ്രകാരം രോഗികൾക്ക് കൊടുക്കുന്നത്. ആശ്വാസകിരണവും സമാശ്വാസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സമാശ്വാസം ഡയറക്റ്റ് രോഗികൾക്കാണ് കൊടുക്കുന്നത്. ആശ്വാസകിരണം കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. സമാശ്വാസം എഴുതിയായിരുന്നു എല്ലാവരും? ഓക്കെ. ഓക്കെ, അടുത്ത പദ്ധതിയാണ് വയോമിത്രം. അപ്പം ഈ പദ്ധതിയിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വയോ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒത്തിരി പദ്ധതികളുണ്ട്. അപ്പൊ വയോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏജ്ഡ് ആയിട്ടുള്ളവരാണ്, കുറച്ച് വയസ്സ് കൂടിയുള്ളവരാണ്. അപ്പൊ വയോ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പദ്ധതികളുണ്ട്. വയോമിത്രം, വയോമധുരം, വയോമൃതം, അങ്ങനെയൊക്കെ. അപ്പൊ അതെല്ലാം കൂടി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം വയോമിത്രം. അപ്പൊ ഓൾറെഡി നമുക്കറിയാം വയോ എന്ന് പറയുമ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പൊ ഇത് 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. 60 അല്ല, 65 വയസ്സിന് മുകളിലുള്ള പ്രായമായവർക്കുള്ള ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ്. അതായത് ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. അത്രയേ ഉള്ളൂ അതിന്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പദ്ധതി എന്ന് ഓർത്താലും മതി, വയോമിത്രം. വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രായമായവര്. ഇതിനകത്ത് പ്രായം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 60 വയസ്സല്ല, 65 വയസ്സാണ്. ഇതില് ചില പദ്ധതികളൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ, ഇങ്ങനത്തുള്ള ചില പദ്ധതികളൊക്കെ ഇപ്പം ഇത് കേരള സർക്കാരിന്റെ കൂടെ ആരോഗ്യക്ഷേമ വകുപ്പും ചിലതില് സാമൂഹ്യനീതി വകുപ്പും എല്ലാം കൂടി ചേർന്ന് നടത്തുന്നുണ്ട്. അപ്പം സ്ഥിരമായിട്ട് അങ്ങനെ ചോദിക്കുന്ന ചിലത് മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് അത് പറയാം. ബാക്കി എല്ലാത്തിനും ഇതുപോലെ ആരോഗ്യ വകുപ്പാണോ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പാണോ, ചിലത് വനിതാ ശിശു വികസന വകുപ്പായിരിക്കും, അങ്ങനെ ചിലത് എന്താണ് ശിശുക്കളുടെ വികസന വകുപ്പ്, അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് ഓരോന്നും. പക്ഷെ ഓരോന്നിനും അങ്ങനെ പഠിക്കുമ്പോൾ ലാസ്റ്റ് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഓരോന്നിനും പറയാത്തത്. ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന അതിനകത്ത് ഏത് വകുപ്പാണ് അതിന്റെ കൂടെ നടത്തുന്നതെന്നുള്ളത് അതിന്റെ കൂടെ പറയാം. ഓക്കെ, അടുത്തതാണ് നമ്മൾ പറഞ്ഞത് വയോമധുരം. ഓക്കെ, വയോമധുരം അതായത് പ്രായമായിട്ടുള്ള ഡയബറ്റിസ്, അതായത് പ്രമേഹ രോഗികളായിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ഗ്ലൂക്കോമീറ്റർ. ഗ്ലൂക്കോമീറ്റർ അല്ലേ നമ്മൾ പ്രമേഹം ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, വീട്ടിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. അത് ആ ഗ്ലൂക്കോമീറ്റർ ഡെയിലി നമുക്കപ്പോൾ അറിയാൻ പറ്റും എത്രയുണ്ടെന്ന്. ഇപ്പം ഡെയിലി അല്ലെങ്കിൽ മാസം തോറും അങ്ങനെയൊക്കെ. ഇപ്പം കറക്റ്റ് ആയിട്ട് ഇപ്പം ഒരുപാട് അസുഖമുള്ളവർക്ക്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്, ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ഗ്ലൂക്കോമീറ്റർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുവാണ്. അപ്പൊ വയോമധുരം അതാണ് ഫ്രീ ഗ്ലൂക്കോമീറ്റർ. ഗ്ലൂക്കോസ് കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന് ഓർക്കാം. അപ്പൊ മധുരമല്ലേ, വയോമധുരം. പ്രായമായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട്, പ്രമേഹ രോഗികളായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഫ്രീ ഗ്ലൂക്കോമീറ്റർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പദ്ധതിയാണ് വയോമധുരം. വയോമധുരം. ഓക്കെ, അതിനുശേഷമുള്ളത് നിങ്ങൾ എഴുതാൻ വരട്ടെ. അതിനു മുമ്പ് നമുക്ക് വേറൊരു പദ്ധതി പറയാം. മിഠായി എഴുതാൻ വരട്ടെ. ഓക്കെ, അപ്പൊ വയോമിത്രം എന്തായിരുന്നു? 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയായിരുന്നു വയോമിത്രം. ഓക്കെ, അടുത്ത നമ്മൾ വയോമധുരം എന്താണ് പറഞ്ഞത്? ഇതുപോലെ വയോജനങ്ങളായിട്ടുള്ള പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്ലൂക്കോമീറ്റർ കൊണ്ടുകൊടുക്കുന്ന പദ്ധതിയാണ് വയോമധുരം. ഓക്കെ, അതിന്റെ താഴെയിട്ട് അടുത്ത പദ്ധതി എഴുതാം, വയോ അമൃതം. വയോ അമൃതം. വയോ അമൃതം.
സെയിം തന്നെയാണ് വയോജനങ്ങൾക്കായിട്ടുള്ള, അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് എന്ത്, വയോ അമൃതം. പക്ഷെ ഇത് നടപ്പിലാക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പും സർക്കാരും ചെന്നല്ല, സാമൂഹ്യ നീതി വകുപ്പാണ് നടപ്പിലാക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വയോ മിത്രവും ഇതും തമ്മിലുള്ള വ്യത്യാസം. മറ്റേത് ആരോഗ്യ വകുപ്പായിരുന്നു, ഇത് സാമൂഹ്യ നീതി വകുപ്പാണ്. വയോ അമൃതം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി തന്നെ, വയസ്സെല്ലാം 65 വയസ്സ് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്നതാണ് വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോ അമൃതം. വയോ അമൃതം. മാത്രമേ വ്യത്യാസമുള്ളൂ. എന്തോ ഈ വയോമിത്രം പദ്ധതിയാണോ മാം വീട്ടിന്റെ അടുത്തുള്ള ഈ കുറച്ച് പ്രായമുള്ള ആളുകളെ ചികിത്സിക്കാൻ വരുന്ന ഒരു പദ്ധതി, ആഴ്ചയിൽ ഒരു ദിവസം അതോ? അല്ല, ചികിത്സിക്കാനായിട്ട് വരുന്ന പദ്ധതി വേറെയാണ്. അത് നമ്മുടെ കുടുംബശ്രീ എല്ലാം ചേർന്ന് നടത്തുന്നതാണ്, അത് നമുക്ക് വേറെ പറയാം. ഇത് വയോമിത്രം എന്ന് പറഞ്ഞാൽ അതൊരു ആരോഗ്യ സംരക്ഷണ പദ്ധതി അത്ര ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിൽ വരണം എന്നില്ല, അവരെ കൊണ്ടുകൊടുക്കാം. ഇത് ഈ വീട്ടിന്റെ അടുത്തൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഹെൽത്ത് സെന്ററിന്റെ ഭാഗമായിട്ട് അടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിന്റെ ഭാഗമായിട്ട്. അതെ, അത് വയോമിത്രം. അതെ, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ വയോമിത്രം പറഞ്ഞു, വയോമധുരം പറഞ്ഞു, വയോ അമൃതം പറഞ്ഞു. 3 ഓക്കെ ആണല്ലോ അല്ലേ? ഈ വയോ മിത്രവും വയോ അമൃതവും തമ്മിൽ പിന്നെ വകുപ്പിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വകുപ്പിന്റെ വ്യത്യാസം മാത്രമേ പ്രത്യക്ഷത്തിൽ ഇപ്പം പറയുന്നുള്ളൂ. രണ്ടും മുതിർന്ന പൗരന്മാർക്ക് വയോജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഈ വകുപ്പുകളാണ് മെയിൻ ആയിട്ട് വ്യത്യാസം കണ്ടത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ 100 റെഫർ ചെയ്ത് നോക്കാം. ശരിക്കും ആദ്യം തുടക്കത്തിൽ വന്നത് ഈ വയോമിത്രം എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. പിന്നെ അതിന്റെ ഈ ഉപപദ്ധതികളൊക്കെ ആയിട്ടാണ് ബാക്കിയുള്ളതെല്ലാം വന്നു തുടങ്ങിയത്. വയോമിത്രം ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അടുത്ത മിഠായി പറയട്ടെ. ശരി, അപ്പൊ മിഠായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, കുട്ടികളാണ്. അപ്പം ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്, മിഠായി എന്ന് പറഞ്ഞത്. ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ ഇപ്പൊ ജുവനൈൽ ജോണ്ടിസ് ഒത്തിരി ഉണ്ട്. അതായത് ടൈപ്പ് 1 ആയിരിക്കും കൂടുതൽ. ടൈപ്പ് 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ടുള്ള, അതായത് അഡൾട്ട്സിൽ കാണുന്ന പ്രമേഹം എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 1 കൂടുതലും ഇതുപോലെ കുട്ടികൾക്കായിട്ട്, അതായത് ജുവനൈൽ ഡയബറ്റിസ് ആയിട്ട് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. ഇത് 2 വകുപ്പുണ്ട്, ആരോഗ്യ വകുപ്പും അതുപോലെ സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. ഇതും പ്രകാരവും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പം സ്കൂളിലൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എത്രയാണ് അവരുടെ ഗ്ലൂക്കോസ് ലെവല്, അതുപോലെ BP ലെവല്, പ്രഷർ ലെവല്, അവരുടെ ബാക്കി സൈക്കോളജിക്കൽ അസസ്മെന്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ ഉള്ള ഒരു ഉപപദ്ധതിയാണ് ഈ മിഠായി എന്ന് പറയുന്നത്. അതായത് ടൈപ്പ് 1 പ്രമേഹ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതി. ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അത്രയും മതി. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റിസ് ഉള്ള കുട്ടികൾക്ക് ഉള്ള പദ്ധതിയാണ്. ആരോഗ്യ വകുപ്പും സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. കേരള ഈ സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം എന്നാണെന്ന് പറയാമോ? 2008 ആണേ.
ഓക്കെ, ഇത് ഇത്ര നോക്കിയായിരുന്നോ? വയോമിത്രം, വയോ അമൃതം, വയോ മധുരം, അതുപോലെ മിഠായി. ഓക്കെ, ഓക്കെ, ഒരു പോയിന്റ് കൂടി അതിന്റെ കൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് എഴുതി വെച്ചോളൂ. വയോ അമൃതത്തിൽ ആയുർവേദ ട്രീറ്റ്മെന്റും ഫ്രീ ആയിട്ട് ഇതുപോലെ വയോജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് വയോ അമൃതത്തിൽ. വേണമെങ്കിൽ വ്യത്യാസം ചോദിക്കാനാണെങ്കിൽ അതൊരു ഓക്കെ. സ്ലൈഡ് കാണാമല്ലോ അല്ലേ? കാണാം. ശരി, ഓക്കെ. അടുത്ത 2 പദ്ധതികളാണ്. ഇത് എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഒന്ന് വിമുക്തി, പിന്നെ ഒന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്യാമ്പയിൻ. അപ്പം ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഒന്ന് വിമുക്തി എന്ന് പറയാൻ നമുക്കറിയാം, ലഹരി വിമുക്ത കേരളത്തിനായിട്ട് നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കേരള സ്റ്റേറ്റ് മിഷൻ ഫോർ ഡി അഡിക്ഷൻ. ലഹരി മുക്ത കേരളത്തിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഇതിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ടു കണ്ടക്ട് അവയർനെസ് ക്യാമ്പയിൻസ് അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ്. അതായത് മദ്യത്തിനും അതുപോലെ മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ബോധവൽക്കരണ പദ്ധതികളാണ് കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ നമുക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തത് ഇതേപോലെ തന്നെ എന്താണ് കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ PG അതുപോലെ എല്ലാ ഉള്ള കോളേജ് സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്യാമ്പയിൻ. ഇതും സെയിം എന്താണ് ലക്ഷ്യം സെയിം ആണ്. കൂടുതലും ഇപ്പം സ്കൂൾ കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും ഈ ആൽക്കഹോൾ അതുപോലെ ഡ്രഗ്സിന്റെ ഒക്കെ യൂസ് ഇപ്പം ഒരുപാടുണ്ടല്ലോ. ഒരുപാട് പദ്ധതികളെല്ലാം അതിന്റെ പുറകെ ഇപ്പം ഒരുപാട് പരസ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അതായത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഈ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യനിൽ നിന്ന് അത് കറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കും. കൂടുതൽ ഈ വിമുക്തിയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഒരുപാട് ചോദിച്ചിട്ടുണ്ട് വിമുക്തി. അപ്പം അത് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് നോക്കേണ്ടതും. പിന്നെ മറ്റത് എന്റെ കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം കേരള സംസ്ഥാന മിഷൻ ലഹരി മുക്ത കേരളം, ലഹരി മുക്ത കേരളത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഇത് വിമുക്തി എന്ന് പറയുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും അതിനെതിരെയുള്ള അതിന്റെ സൈഡ് എഫക്ട്സും അതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. സച്ചിനാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പം ഗുഡ് വിൽ അംബാസിഡർ സച്ചിൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു താരമാണല്ലോ സച്ചിൻ എന്ന് പറയുന്നത്, പ്രായഭേദമന്യേ എല്ലാവർക്കും. അപ്പം എന്താണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്തിപ്പം കുട്ടികൾ പ്രായമായവർ അങ്ങനെയൊന്നുമില്ല, ലേഡീസ് അങ്ങനെയൊന്നുമില്ല, എല്ലാവരെയും ഒരുപോലെ കേരളം മൊത്തം ലഹരി മുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വിമുക്തി. അപ്പൊ ആ പേരിൽ തന്നെ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, ലഹരി മുക്ത കേരളം, അപ്പൊ വിമുക്തി. മറ്റത് ക്യാമ്പസ് എവിടെയാ, സ്കൂളും കോളേജിലൊക്കെ അല്ലേ ക്യാമ്പസ് ഉള്ളത്. അപ്പൊ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. വയോ അമൃതം ആണോ പറയുന്നത് ആതിര? ഓക്കെ, അത് സാമൂഹ്യ നീതി വകുപ്പ് നടത്തുന്ന ഒരു വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോ അമൃതം എന്ന് പറയുന്നത്. മറ്റേതുമായിട്ട് ഏകദേശം സെയിം തന്നെ. പക്ഷേ ഈ വയോ അമൃതത്തിൽ മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കണ്ടത് അതിനകത്ത് ആയുർവേദ ട്രീറ്റ്മെന്റ്സും കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ. സാമൂഹ്യ നീതി വകുപ്പാണത് നടത്തുന്നത്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വേറെ ആരും വീട്ടിലാരും ഇങ്ങനെ നോക്കാനൊന്നുമില്ല, അവർ ഒറ്റപ്പെട്ടു പോയ അങ്ങനത്തെ വയോജനങ്ങളുണ്ടല്ലോ, ഇപ്പൊ വൃദ്ധസദനങ്ങൾ അങ്ങനെ എല്ലാം അവിടെ എല്ലാം കിടക്കുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കപ്പം സ്വന്തമായിട്ട് പൈസ ഉണ്ടാവില്ല ചിലപ്പം ട്രീറ്റ്മെന്റിന് പോകാൻ. അപ്പം കേരള സർക്കാരായിട്ട് തന്നെ അത് ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. നമ്മൾ ഈ പഠിക്കുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വരില്ല കേട്ടോ. കാരണം ഇതിപ്പോ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ പദ്ധതികളും ചേർത്തല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ ആവും.
എല്ലാം തമ്മിൽ മൈന്യൂട്ട് ഡിഫറൻസസേ ഉള്ളൂ. പേരുകളും ഓൾമോസ്റ്റ് സിമിലർ ആണ് മിക്കതും. പക്ഷെ എക്സാമിന് ചോദിക്കുമ്പം ഇപ്പം ഒരെണ്ണത്തിന്റെ ഇതാണെങ്കിൽ ഒരു ഓപ്ഷൻ ഇതാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ ഇതുമായിട്ട് റിലേറ്റഡ്, അങ്ങനെ കൺഫ്യൂസിങ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും. ഇനി ഉറപ്പായിട്ടും ഇവരിത് സിലബസിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് കേരള സർക്കാരിന്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ കാണും. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും ഉണ്ടാവും. ശരി, അപ്പൊ ഈ സ്ലൈഡ് ഓക്കെ അല്ലേ? നമ്മുടെ ജീവനി സൈക്കോളജിസ്റ്റ് എന്നില്ലേ? ലീവാന്ന് തോന്നുന്നല്ലോ, കാണുന്നില്ലല്ലോ. ഓക്കെ, അയാളുടെ പേര് എനിക്കറിയില്ല, അതാ ഞാൻ അങ്ങനെ ചോദിച്ചു. റിൻഷിന്ന പേര്, ഇന്ന് ലീവാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ, ലീവാണല്ലേ, ശരി ശരി ശരി. അടുത്ത പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. സാന്ത്വനം എന്നാണ് ആ പദ്ധതി. ഇത് ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ എഴുതിയപ്പോൾ അത്രയും വന്നതേ ഉള്ളൂ. കുടുംബശ്രീയാണിത് നടപ്പിലാക്കുന്നത് കേരളത്തിൽ. കേരള സർക്കാരിന്റെ പദ്ധതി തന്നെയാണ്, പക്ഷെ അത് കുടുംബശ്രീയാണ് നടപ്പിലാക്കുന്നതെന്നേ ഉള്ളൂ. ഇതാണ് നേരത്തെ പറഞ്ഞ വീടുകളിൽ എത്തിയിട്ട് കുടുംബശ്രീയുടെ ആൾക്കാരുണ്ടാവുമല്ലോ, ആശാപ്രവർത്തകര്, അതുപോലെ തന്നെ കുടുംബശ്രീയിലെ ബാക്കി അംഗങ്ങൾ ആരോഗ്യ മേഖലയുമായിട്ട് അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടാവും. അവർക്ക് കൃത്യമായിട്ട് ആദ്യം ഈ ട്രെയിൻഡ് ആൾക്കാരെ ആയിരിക്കും വീടുകളിൽ കൊണ്ടുവരുന്നത്. അതായത് അവർക്ക് ഇതുപോലെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ ആദ്യം അവരെ പഠിപ്പിക്കും. അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിൽ വന്നിട്ട് ഓൺസൈറ്റ് മെഡിക്കൽ അസിസ്റ്റൻസ് ആണ്. അതായത് ഇപ്പം കിടപ്പിലായ പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ പ്രായമായവരാണ്, അല്ലെങ്കിൽ വേറെ ആരും സഹായത്തിന് ഇല്ലാത്തവരാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഗ്ലൂക്കോമീറ്റർ ഒന്നില്ലെങ്കിൽ അവർക്ക് ചിലർക്ക് ഇപ്പൊ ഫ്രീ ആയിട്ട് ഗ്ലൂക്കോമീറ്റർ കൊടുത്താലും അവർക്ക് എങ്ങനെയാണ് ബ്ലഡ് ഷുഗർ നോക്കുന്നതെന്നൊന്നും അറിയണ്ടാവില്ല. കാഴ്ചശക്തിയൊക്കെ കുറഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ തീരെ വയ്യാതെ കിടക്കുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഷുഗർ കറക്റ്റ് ആയിട്ട് നോക്കി കൊടുക്കുക, പ്രഷർ ലെവൽ നോക്കി കൊടുക്കുക, അതുപോലെ അവരുടെ ബോഡി വെയിറ്റ്, അവരുടെ ഉള്ള എന്തെങ്കിലും വേറെ മാനസിക പ്രശ്നങ്ങളെല്ലാം നോക്കുക. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് എന്ത് സാന്ത്വനം എന്ന് പറയുന്നത്. ഇതൊരു ട്രീറ്റ്മെന്റ് ഒന്നുമല്ല, അവരിത് നോക്കി അത് ചെയ്തു കൊടുത്തിട്ട് അവരുടെ എന്താണ് ഇത്ര ഷുഗർ കൂടുതലാണെങ്കിൽ ഇതാണ് എന്ന് പറയും. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അടുത്ത ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സെന്ററിലോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലും ഒക്കെ അത് അറിയിക്കും. അപ്പൊ ഇതൊരു എന്താണ് ഒരു ട്രീറ്റ്മെന്റ് പദ്ധതിയല്ല, ഇതൊരു സാന്ത്വനം. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ. ഇപ്പം ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ വീടുകളിലെത്തി ഇതുപോലെ ബ്ലഡ് ഗ്ലൂക്കോസും അതുപോലെ ബ്ലഡ് പ്രഷറും ബോഡി വെയിറ്റും അതുപോലെ മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന പദ്ധതി കുടുംബശ്രീ വഴിയാണ് നടപ്പിലാക്കുന്നത്. സാന്ത്വനം ഇത് ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. നിങ്ങൾ ഈ സാധനങ്ങളൊന്നും എഴുതണമെന്നില്ല. നിങ്ങൾ ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഇപ്പൊ സാന്ത്വനം പറഞ്ഞപ്പോ നമ്മൾ വേറൊരു പദ്ധതി പഠിച്ചായിരുന്നില്ലേ, സ്നേഹ സാന്ത്വനം. അതെന്തായിരുന്നു? സ്നേഹ സാന്ത്വനം എന്തായിരുന്നു? അതെ. ഓക്കെ, സ്ലൈഡ് ഓക്കെ ആണോ?
നിങ്ങൾ ആ സ്നേഹസാന്ത്വനവും കൂടി ഇതിന്റെ താഴെ നോട്ട് ചെയ്ത് തരും, ബ്രാക്കറ്റിലിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. അപ്പം പഠിക്കുമ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമല്ലോ. ശരി, അടുത്ത സ്ലൈഡിലോട്ട് പോട്ടെ. ആരും ഇല്ലേ? അല്ലെങ്കിൽ ആരും എഴുതി തീർന്നില്ലേ? തീർന്നു മാം, എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അടുത്ത പദ്ധതി എന്ന് പറഞ്ഞാൽ കനിവാണ്. കനിവ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ ഒറ്റപ്പെട്ട് കഴിയുന്നവര്, അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ളവര്, കിടപ്പിലായവര്, തീവ്ര മാനസിക രോഗികള്, ഇവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള മരുന്ന്, ഭക്ഷണം ഇത്യാദി കാര്യങ്ങളെല്ലാം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത്. ഇതങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, ഒരു സ്കീമിന്റെ ഉപപദ്ധതിയായിട്ടാണ് ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ പദ്ധതി ചോദിച്ചു കൂടായികയില്ല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അതുപോലെ തീവ്ര മാനസിക രോഗികൾ, അതുപോലെ കിടപ്പിലായ പ്രായമായ രോഗികളുള്ളവർക്കൊക്കെ മരുന്നും ഭക്ഷണവും, മരുന്ന് മാത്രമല്ല, ഇതിനകത്ത് മെഡിക്കൽ അസിസ്റ്റൻസ് ആണ്, ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അതുപോലെ തീവ്ര മാനസിക രോഗികൾ, അതുപോലെ കിടപ്പിലായ മുതിർന്ന പൗരന്മാർ, ഇവർക്കെല്ലാം വേണ്ടിയിട്ട് മരുന്നും ഭക്ഷണവും എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് കനിവ്. ഓക്കെ, അടുത്തത് തൂവാല വിപ്ലവം എന്നാണ്. തൂവാല വിപ്ലവം. ഓക്കെ, അപ്പൊ അത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, എയർബോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു പദ്ധതിയാണ് തൂവാല വിപ്ലവം. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കോവിഡിന്റെ ഒക്കെ ഒരു സാഹചര്യം ആയതുകൊണ്ട്. അപ്പം തൂവാല വിപ്ലവം എന്നാണ് അതിന് പറയുന്നത്. എയർബോൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് തൂവാല വിപ്ലവം. അതിൽപ്പെടുന്നതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മാസ്ക്, അതുപോലുള്ള സംഭവങ്ങൾ. അപ്പൊ തൂവാല വിപ്ലവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തൂവാല വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മഴവില്ല് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മഴവില്ല് എന്ന് പറഞ്ഞാൽ. അംബ്രല്ല വിപ്ലവം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മഴവില്ല്. ഓക്കെ, അത് നമ്മുടെ കേരള സാമൂഹ്യനീതി വകുപ്പാണ് അതും നടപ്പിലാക്കുന്നത്. അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 50,000 രൂപ വരെയാണ് അതിന്റെ പ്രതിമാസമല്ല, അതിന്റെ സഹായ പദ്ധതി എന്ന് പറയുന്നത് 50,000 രൂപയാണ് എടുക്കുന്നത്, ബിസിനസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മഴവില്ല്. അതെ, ഈ മഴവില്ലിനെ തന്നെയാണ് അംബ്രല്ല വിപ്ലവം എന്ന് കാണുന്നത്. മഴവില്ല് എന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടക്കീഴിൽ നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം. ശരി, ഓക്കെ, അടുത്ത പദ്ധതിയിലേക്ക് പോവാം. അതായത് വിദ്യാകിരണം. ഓക്കെ, അതായത് സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് അവർക്കുള്ള എന്താണ് വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് വിദ്യാകിരണം. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലേ, വിദ്യാകിരണം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായമാണ്. ഇനി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് ഭിന്നശേഷിക്കാര് അവരുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണ് വിദ്യാകിരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായമാണ് എന്ത്, വിദ്യാകിരണം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭിന്നശേഷിക്കാരുടെ പദ്ധതിയല്ല, ഭിന്നശേഷിക്കാരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വിദ്യാകിരണം. ഓക്കെ, അടുത്തത് അമൃതമാണ്. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞിട്ട് പറയാം. അമൃതം 2 അമൃതം ഉണ്ട്. ഓക്കെ, അപ്പൊ വിദ്യാകിരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് വിദ്യാകിരണം.
ഓക്കെ, അടുത്തത് അമൃതം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആണ്. അത് 2 പ്രോജക്റ്റ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്കറിയാം, കുടുംബശ്രീ വഴി കുട്ടികൾക്കുള്ള പോഷണത്തിന്റെ ഇത് അമൃതം പൊടിയൊക്കെ ഉണ്ടല്ലേ, നവധാന്യ പൊടിയൊക്കെ ഉള്ള കുടുംബശ്രീ വഴി കൊടുക്കുന്ന അതുണ്ട് അമൃതം പൊടി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പദ്ധതി. അത് വേണമെങ്കിൽ അതിന്റെ കൂടെ എഴുതിക്കാം. കുടുംബശ്രീ കുട്ടികളുടെ പോഷണം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് അമൃതം എന്ന് പറയുന്നത്. അതിലുള്ളതാണ് അമൃതം പൊടിയൊക്കെ. ICDS അതെല്ലാമാണ് അതിന്റെ എന്താണ് പ്രവർത്തകരായിട്ടുള്ളത്. കുടുംബശ്രീയാണ് മെയിൻ ആയിട്ട് അത് കുട്ടികൾക്കുള്ള പോഷണ പദ്ധതിയായിട്ട് നടപ്പിലാക്കുന്നത്. അമൃതം പൊടി കൊടുക്കാം. ഈ അമൃതം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ക്വാറന്റൈനിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകർ, അവർക്കുള്ള സംരക്ഷണത്തിനും അതുപോലെ രോഗപ്രതിരോധത്തിനും വേണ്ടിയിട്ട്, ക്വാറന്റൈനിൽ കഴിയുന്ന ആൾക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനും അവർക്ക് വേണ്ടിയിട്ടുള്ള രോഗപ്രതിരോധത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അമൃതം എന്ന് പറയുന്നത്. ഇത് കുടുംബശ്രീ ഒന്നുമല്ല നടപ്പിലാക്കുന്നത്, കേരള സർക്കാർ ഡയറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ക്വാറന്റൈനിൽ ഉള്ള ആൾക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനും അവർക്ക് ഉള്ള രോഗപ്രതിരോധത്തിനും വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അമൃതമാണ്. അമൃതം. അപ്പം രണ്ടും കൂടി ചേർത്ത് എഴുതി വെക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പം ഈ അമൃതം ഇതിപ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ആദ്യമേ നമ്മൾ അമൃതം റൂൾ ഔട്ട് ചെയ്യും. കാരണം നമ്മൾ വിചാരിക്കുന്നത് അമൃതം പൊടിയുടെ സംഭവമാണ്, കുടുംബശ്രീയുടെ അതാണ്. അതല്ല, അമൃതം ഈ പദ്ധതിക്കും നമ്മൾ അമൃതം തന്നെയാണ് സർക്കാർ പേരിട്ടിട്ടുള്ളത്. ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. മറ്റേതാണെങ്കിൽ കുടുംബശ്രീ കുട്ടികളുടെ പോഷണത്തിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി. അമൃതം പാക്കറ്റ് ആണ് കൊടുക്കുന്നത്. ശരി, ഓക്കെ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഒത്തിരി എക്സാമുകളിൽ ചോദിച്ചതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അറിയാൻ പറ്റും. സ്നേഹസ്പർശം, അതായത് അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ. ചിലപ്പം റേപ്പ് വിക്ടിംസ് ആയിരിക്കാം, അവരുടെ കുട്ടികൾ അവർക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ ഉള്ളതായിരിക്കാം. അൺവെഡ് ആയിട്ടുള്ള മദേഴ്സിന് വേണ്ടിയിട്ട്, അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ്. ഏകദേശം 1000 രൂപ ആണെന്ന് തോന്നുന്നു പദ്ധതി. ഓക്കെ, അപ്പൊ അത് സ്നേഹസ്പർശം, അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിന്റെ കഴിഞ്ഞ ദിവസം എമൗണ്ട് കൂട്ടിയത് മന്ത്രിസഭാ തീരുമാനം. അതെ അതെ, ഈ ബഡ്ജറ്റിലോട്ട് കൂട്ടുന്നു അങ്ങനെ എന്തോ പറഞ്ഞതല്ലേ? അതെ 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 അതെ. ഇപ്പൊ 1000 രൂപയാണെന്നാണ് തോന്നുന്നത്. ഇനി 1500 അങ്ങനെ കണ്ടാണ് ആക്കുന്നതെന്ന് തോന്നുന്നു. അതെ. ഓക്കെ അല്ലേ? ശരി, അടുത്ത പദ്ധതി നോക്കാം. കൈത്താങ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാനായിട്ട് വളരെ മുമ്പുള്ള ഒരു പദ്ധതിയാണ്. അതിന് തടയാനായിട്ടുള്ള ആരംഭിച്ച പദ്ധതിയാണ് കൈത്താങ്. ഓക്കെ, കൈത്താങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാല്ലേ, ഇപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ, അതായത് അവരെ താങ്ങി നിർത്താൻ, പ്രൊട്ടക്ട് ചെയ്യാൻ ഓർത്താൽ മതി. അപ്പം ടു പ്രിവെന്റ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കൈത്താങ്. ഓക്കെ, അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാനുള്ള പദ്ധതിയാണ് കൈത്താങ്. ഓക്കെ, അപ്പൊ ഇതില് ഒത്തിരി വകുപ്പുകളുണ്ട്. അതായത് വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് വകുപ്പുണ്ട്. എല്ലാം കൂടി ചേർന്ന് അത് ഒരു ഒരു സമഗ്ര പദ്ധതിയാണ് കൈത്താങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാനായിട്ടുള്ള കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ കൈത്താങ്. ഓക്കെ, ഇനി അടുത്ത പദ്ധതി ന്യൂ ബോൺ സ്ക്രീനിങ് ആണ്. അത് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോഴേ അറിയാം. നവജാത ശിശുക്കളുടെ ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ജനിതക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവരുടെ DNA അതുപോലെ ക്രോമസോംസ് അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, അങ്ങനെയെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ജനിതക വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയാണ് ന്യൂ ബോൺ സ്ക്രീനിങ്ങിൽ നോക്കുന്നത്.
അല്ലാതെ നമ്മൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവരെ ഇപ്പം നമ്മളിപ്പം നേരത്തെ പറഞ്ഞില്ലേ ശ്രവണ വികാസം, കാഴ്ചശക്തി, അതെല്ലാം അല്ലാണ്ടുള്ള കാര്യങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യും. അതിനെയും ഈ സ്ക്രീനിംഗ് ആണ് പറയുന്നത്. പക്ഷെ കേരള സർക്കാർ ന്യൂ ബോൺ സ്ക്രീനിംഗ് എന്ന് പറഞ്ഞ് ആരംഭിച്ച ഈ പദ്ധതി എന്ന് പറയുന്നത് നവജാത ശിശുക്കളിലുള്ള ജനിതക വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പദ്ധതി സ്പെക്ട്രം എന്നാണ്. അത് കുട്ടികളിലെ ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഇതിന്റെ പ്രാരംഭഘട്ടമായിട്ടുള്ള ഓട്ടിസത്തിന്റെ മെയിൻ ലക്ഷണം നമുക്കറിയാലോ, ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. ഓവറായിട്ട് എന്താണ് ഒരുപാട് ഭയങ്കര എന്താണ് നിങ്ങൾക്കറിയാം ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലേ, എന്താണ് ഒരു സമയത്തും അടങ്ങിയിരിക്കത്തില്ല, പിന്നെ ഐ കോണ്ടാക്ട് കറക്റ്റ് ഉണ്ടാവത്തില്ല. അതുപോലെ പക്ഷെ ഇവർക്ക് ഒരു ടാലന്റഡ് ആയിരിക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ, അല്ലെങ്കിൽ ഇപ്പം വേറെ എന്തെങ്കിലും എന്താണ് ഒരു പടം വരയ്ക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ്, ഒരു ഗിഫ്റ്റഡ് ആയിരിക്കും അവർ ഏതെങ്കിലും ഒരു രീതിയിൽ. അപ്പൊ ഇതെല്ലാം കണ്ടെത്തി അവരുടെ ഓട്ടിസം, ഈ ഹൈപ്പർ ആക്ടിവിറ്റി, അത് ഒരു ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്ത് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് സ്പെക്ട്രം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഇതിന്റെ ഓഫീസുണ്ട്. അപ്പൊ കുട്ടികളിൽ തന്നെ ഈ ഓട്ടിസം ആദ്യമേ തന്നെ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അവരെ വളർന്നു വരുമ്പം അവർക്ക് ഉള്ള ടാലന്റ് എന്താണോ ആ ഏരിയയിലേക്ക് ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം മാറ്റി കൊടുത്താൽ, ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഇവരുടെ അതിനേക്ക് എൻഗേജ്ഡ് ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ടാലന്റ് അവർക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇപ്പം അവരെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുക, ഇപ്പൊ കളരി, കുംഫു, എന്താണ് കരാട്ടെ, അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ആയോധന കലകളൊക്കെ നോക്കാം. അപ്പം അവരുടെ ആ എനർജി അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണോ അവർക്ക് കിട്ടിയിരിക്കുന്ന ടാലന്റ്, ആ ടാലന്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ 3 പദ്ധതികളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഒന്ന് കൈത്താങ്ങ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു സമഗ്ര പദ്ധതിയാണ് കൈത്താങ്ങ് എന്ന് പറയുന്നത്. അടുത്ത എന്തായിരുന്നു? ഇത് എന്താണ്? ന്യൂ ബോൺ സ്ക്രീനിങ്. ഓക്കെ, ന്യൂ ബോൺ സ്ക്രീനിങ് എന്തായിരുന്നു? നവജാത ശിശുക്കൾക്ക് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ജനിതക വൈകല്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പദ്ധതിയാണ്, കേരള സർക്കാർ പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്പെക്ട്രം ആണ് പറഞ്ഞത്. സ്പെക്ട്രം ഡിഗ്രി ലെവലിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഓട്ടിസം അത് തകരാറ് മാറ്റി അവരെ എന്താണോ കഴിവ് ആ കഴിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്പെക്ട്രം. ഓക്കെ, ശരി. അടുത്ത സ്ലൈഡിലുള്ളത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ പദ്ധതിയാണ് സ്മൈൽ. ഓക്കെ, സ്മൈൽ. ഇത് റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എമർജൻസി എന്നാണ്. റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പെട്ടെന്ന് ചെയ്യുന്ന എമർജൻസി ട്രീറ്റ്മെന്റിനാണ് സ്മൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്മൈൽ. കേരള പോലീസ് ആണ് പദ്ധതി നടപ്പിലാക്കുന്ന ആൾക്കാര്. അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. സീംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ലൈഫ് കെയർ എമർജൻസി എന്നാണ് അതിന്റെ ഫുൾ ഫോം. സീംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ലൈഫ് കെയർ എമർജൻസി. അതായത് ഇപ്പം പെട്ടെന്ന് ഉണ്ടാകുന്ന ആ റോഡ് അപകടങ്ങളിലുള്ള പെട്ടെന്നുള്ള ആ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള പദ്ധതിയാണ്. ഇപ്പം പോലീസ് പെട്രോളിംഗ് ഉണ്ടല്ലേ, ഏകദേശം ഓരോ മെയിൻ ജംഗ്ഷൻസിലെല്ലാം ഉണ്ട്, മെയിൻ സിറ്റീസിലെല്ലാം ഉണ്ട്. അപ്പൊ മിക്കവാറും ഈ പെട്ടെന്നുള്ള റോഡ് ആക്സിഡൻസിനെല്ലാം പെട്ടെന്നുള്ള ഈ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, അതായത് അവരുടെ ലൈഫ് കെയർ ആണ്, ജീവന് അപകടം വരുത്താതെ പെട്ടെന്ന് ആ എമർജൻസി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ കേരള പോലീസ് ആണ് നടപ്പിലാക്കുന്നത്. പിന്നെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. സീംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ലൈഫ് കെയർ എമർജൻസി. സീംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ലൈഫ് കെയർ എമർജൻസി. അതിന്റെ താഴെയുള്ള പദ്ധതി നോക്കിയേ, അതാണ് വഴികാട്ടി. അതും ഇതുപോലെ തന്നെ റോഡ് ആക്സിഡൻസ് ആണ്. ഈ യാത്രക്കിടയിൽ അപകടം ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്, അതായത് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ്, ഒരു പ്രാഥമിക ചികിത്സ പോലെ കൊടുക്കുന്ന ആ പദ്ധതിയുടെ പറയുന്ന പേരാണ് വഴികാട്ടി. ഓക്കെ, അതായത് യാത്രക്കിടയിൽ അപകടങ്ങൾ ഉണ്ടായാൽ അവർക്ക് കൊടുക്കുന്ന പ്രാഥമിക ചികിത്സയ്ക്കുള്ള ആ പദ്ധതിയാണ് വഴികാട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് എന്താണോ ഇതിനൊരു സ്കീമൊക്കെ ഉണ്ട്, അതിനുള്ളവരാണെങ്കിൽ പെട്ടെന്ന് റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രാഥമിക ചികിത്സ കിട്ടുന്ന പദ്ധതിയാണ് വഴികാട്ടി. ഓക്കെ, അടുത്തത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പദ്ധതിയാണ് ഹൃദ്യം. ഹൃദ്യം പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഹൃദയമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ ഹാർട്ട് പേഷ്യൻസിനായിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ അവരുടെ BPL ആണെങ്കിൽ അവർ അതനുസരിച്ചുള്ള ഫ്രീ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സാ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം.
ഓക്കെ, ആദ്യത്തെ രണ്ടെണ്ണം അപ്പോൾ ഒരുമിച്ച് എഴുതുക, ഹൃദ്യം സെപ്പറേറ്റ് എഴുതുക. സ്മൈലും വഴികാട്ടിയും രണ്ടും റോഡ് ആക്സിഡൻസ് അല്ലേ? അപ്പൊ സജീവമായിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. അല്ല അല്ല, വഴികാട്ടി കേരള പോലീസിന്റെ അല്ല, അത് സർക്കാർ ഡയറക്റ്റ് നടത്തുന്ന പദ്ധതി. ശരി, ഓക്കെ. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികളാണ്. ആദ്യത്തേത് ആയുർദളം. ഓക്കെ, ആയുർദളം അത് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ്. ആയുർദളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, പഴയ ഒരു പദ്ധതിയാണ്. അതായത് ഇടയ്ക്ക് ഇങ്ങനെ എയ്ഡ്സ് വന്ന പാരന്റ്സിന്റെ മക്കള്, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ എയ്ഡ്സ് കാണുമായിരിക്കും, അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെ അവരെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കാനും എല്ലാം വരുമ്പോൾ ബാക്കിയുള്ള കുട്ടികളെ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ പാരന്റ്സ് സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെയെല്ലാം പ്രശ്നം വന്നപ്പം എയ്ഡ്സ് അങ്ങനെ പകരുന്ന ഒരു രോഗമല്ല, അങ്ങനെയെല്ലാം കുറച്ച് ബോധവൽക്കരണം സ്കൂളിലും അതുപോലെ ജനങ്ങളുടെ ഇടയിലും നടത്താൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം കുഴപ്പമില്ല, ഇപ്പൊ എല്ലാവരും അതിന് ബോധേഡാണ്. ഓക്കെ, അപ്പം അതിന് എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു, പിന്നെ എയ്ഡ്സ് പകരുന്ന രീതികളും അത് എന്താണ്, അത് തടയാൻ വേണ്ടിയിട്ട് അങ്ങനെയില്ല, എയ്ഡ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്താനുള്ള ഒരു പദ്ധതിയാണ് ആയുർദളം. ഓക്കെ, അപ്പൊ ആയുർദളം എന്ന് പറഞ്ഞ വാക്ക് എയ്ഡ്സ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല, അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു തന്നെ വെക്കുക. എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം. ഇതിന്റെ ഗുഡ് വിൽ അംബാസിഡറും നമ്മുടെ മോഹൻലാലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മോഹൻലാലിന്റെ പരസ്യമൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എയ്ഡ്സ് അവയർനെസ് പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡറും മോഹൻലാലാണ്. ഓക്കെ, അടുത്തത് ഇതിന്റെ കൂടെ തന്നെ പഠിക്കാം, അശ്വമേധം എന്നാണ് പദ്ധതി. ലെപ്രസി ട്രീറ്റ്മെന്റും അതിന്റെ അവയർനെസ്. ലെപ്രസി എന്ന് പറഞ്ഞാൽ കുഷ്ഠമാണ്, നിങ്ങൾക്ക് അറിയാലേ. ഓക്കെ, അപ്പം ഈ ലെപ്രസി കുഷ്ഠം രോഗികൾ അത് പകരും, പക്ഷെ അത് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കുഷ്ഠത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും അതിന്റെ അവയർനെസ്സും കൊടുക്കുന്ന പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എയ്ഡ്സിന്റെ അവയർനെസ് ആയുർദളം, എന്താണ് കുഷ്ഠത്തിന്റെ ട്രീറ്റ്മെന്റും ബോധവൽക്കരണവും അത് കൊടുക്കുന്ന പദ്ധതിയാണ് അശ്വമേധം. ഓക്കെ, അശ്വമേധം. ഇത് രണ്ടും എഴുത്, അടുത്ത അതിന് ശേഷം പറയാം. ഓക്കെ, അടുത്ത പദ്ധതിയാണ് ആവാസ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ, മെയിൻലി ഇപ്പൊ ബംഗാളീസ് ഉണ്ട്, നേപ്പാളീസ് ഉണ്ട്, തമിഴ്നാട്ടിൽ ഉള്ളവരുണ്ട്. ഓക്കെ, ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ ധനസഹായ പദ്ധതിയാണ് എന്ത്, ആവാസ് എന്ന് പറയുന്നത്. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം നമുക്ക് മലയാളീസ് ആണെങ്കിൽ തന്നെ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ ചികിത്സാ ധനസഹായം വേണമെങ്കിൽ, അപ്പൊ അവർക്കാണെങ്കിൽ ഒട്ടും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഇത് അവർക്ക് ഉള്ള അസുഖങ്ങളുടെ, അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ ധനസഹായ പദ്ധതിയാണ് ആവാസ്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്കുള്ള ചികിത്സാ ധനസഹായ പദ്ധതി ആവാസ്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്കുള്ള സാക്ഷരതാ പദ്ധതി എന്താണ്? ചങ്ങാതിയാണ്. അതെ 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 അതെ, ചങ്ങാതി. ബുക്കും ഉണ്ടല്ലോ അല്ലേ? എന്തോ ഒരു ബുക്കുണ്ട്, ഒരു പദ്ധതി ഉണ്ട്. ബുക്കോ? അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ, റെഫർ ചെയ്തിട്ട് പറയാം. ഇവർക്ക് ഇപ്പം ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണല്ലോ നമ്മുടെ കൂടുതൽ ഇപ്പൊ ഹോട്ടൽസ്, ബേക്കറീസ് അവിടെ എല്ലാം നിൽക്കുന്നവർക്ക്. അപ്പൊ ഇവർക്ക് മസ്റ്റ് ആയിട്ടും ഈ ID കാർഡ്, അതുപോലെ ഹെൽത്ത് കാർഡ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു സ്കീമൊക്കെ ഉണ്ടായിരുന്നു. ബുക്ക് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പം ഈ സ്ലൈഡിലുള്ള 3 പദ്ധതികൾ നമ്മൾ പറഞ്ഞില്ലേ, ആയുർദളം പറഞ്ഞു, എയ്ഡ്സ് ബുക്കിന്റെ പേര് അവയർനെസ്. ഹമാരി മലയാളം അങ്ങനെ എന്തോ ആണ്. അമാരി മലയാളം ഉറപ്പാണോ? അങ്ങനെ എന്തോ ആണ്, കൺഫേം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മതി. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാമേ.
ശരി. അപ്പൊ ഈ സ്ലൈഡില് നമ്മളിപ്പോ പറഞ്ഞത് ആയുർദളം എയ്ഡ്സ് അവയർനെസ്സിന് വേണ്ടിയിട്ട്, അശ്വമേധം ലെപ്രസി അവയർനെസ്സിന് വേണ്ടിയിട്ട്, ആവാസ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ചികിത്സാധന സഹായം. ശരി. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർദ്രം മിഷൻ അല്ലേ? അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിലെല്ലാം ബേസിക് കമ്മ്യൂണിറ്റീസ്, പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നോക്കുക. അതുപോലെ തന്നെ എന്താണ് രോഗികളോടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആർദ്രം മിഷൻ. നമ്മുടെ ലൈഫ് കെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മിഷനാണ് ആർദ്രം മിഷൻ. എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഇങ്ങനെ തന്നെ ചോദിക്കാം. ഹോസ്പിറ്റൽസിന്റെ ബേസിക് എന്താണ് സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുക, അതുപോലെ രോഗികളോടുള്ള സൗഹാർദ്ദ സേവനം ഉറപ്പാക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം മിഷൻ. ഓക്കെ. അടുത്തത് ബാലമുകുളമാണ്. ബാലമുകുളം ഇതുമായിട്ട് ബന്ധമില്ല. ബാലമുകുളം എന്ന് പറയുന്ന സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ബാലമുകുളം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് ഈ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്കൂൾ കുട്ടികൾക്കുള്ള ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ബാലമുകുളം. ഓക്കെ. ഓക്കെ. അടുത്തത് മിഴിയാണ്. മിഴി അതായത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ സ്റ്റുഡൻസ്, ഗവൺമെന്റ് സ്കൂളും അതുപോലെ എയ്ഡഡ് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കാഴ്ച വൈകല്യമുള്ളവർക്കായിട്ട് ഫ്രീ സ്പെക്ടക്കിൾസ് സൗജന്യമായിട്ട് കണ്ണ് പരിശോധിച്ച് അവർക്ക് കണ്ണടകൾ നൽകുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. ഓക്കെ. മിഴി. അടുത്തത് പുനർജ്യോതിയാണ്. പുനർജ്യോതി എന്ന് പറഞ്ഞാൽ ഈ കാഴ്ച പരിമിതരായിട്ടുള്ള നിരാലംബരായിട്ട്, അതായത് കുട്ടികൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കാഴ്ച പരിമിതരായിട്ടുള്ള നിരാലംബരായിട്ടുള്ളവർക്കുള്ള പുനരധിവാസ പദ്ധതിയാണ് പുനർജ്യോതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഈ സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആർദ്രം മിഷനാണ്. ബാക്കി മൂന്നും ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. ഇവിടെ ആതിര നായർ പറഞ്ഞിട്ടുണ്ട് ഹമാരി മലയാളമാണ് ബുക്ക് എന്ന്. ഉറപ്പല്ലേ ആതിര? അപ്പം അതും കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. അന്യസംസ്ഥാന തൊഴിലാളികൾക്കായിട്ടുള്ള എന്താണത്, അവർക്കുള്ള അവയർനെസ് കൊടുക്കുന്ന ബുക്കാണോ? യെസ്. ഓക്കെ. അപ്പൊ ഉറപ്പാണ് ഹമാരി മലയാളം. അതുകൂടി എന്റെ കൂടെ നോട്ട് ചെയ്തോളൂ കേട്ടോ. അത് ശരിയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ കൂടെ അവർ മലയാളം പഠിച്ചു. നമ്മളെക്കാൾ സൂപ്പറായിട്ട് അവരിപ്പോ മലയാളം പറയല്ലേ. കണ്ടിട്ടില്ലേ നിങ്ങൾ? ബസിന്റെ ബോർഡൊക്കെ സൂപ്പറായിട്ട് വായിക്കും ബംഗാളീസ് ഒക്കെ. ശരി. സ്ലൈഡ് ഓക്കെ ആണോ? പുനർജനി ഒന്നും കൂടെ ഒന്ന് പറയോ? പുനർജ്യോതിയാണോ? പുനർജ്യോതി. പുനർജ്യോതി കാഴ്ച പരിമിതരായിട്ടുള്ള നിരാലംബർക്ക് പുനരധിവാസ പദ്ധതി. കാഴ്ച പരിമിതരായ നിരാലംബർക്ക് വേണ്ടിയിട്ടുള്ള അധിവാസ പദ്ധതി. ആരും നോക്കാനില്ലാത്ത അങ്ങനെയുള്ള കാഴ്ച വൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പദ്ധതിയാണ് പുനർജ്യോതി. ശരി തന്നെയില്ലേ? പുനർജ്യോതി. അപ്പൊ പുനരധിവാസ പദ്ധതി എന്ന് പറയുമ്പോൾ പ്രകാശം, കാഴ്ചയായിട്ട് റിലേറ്റഡ് ആയി കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കാഴ്ച പരിമിതരായിട്ടുള്ള നിരാലംബർക്ക് വേണ്ടിയിട്ടുള്ള കാഴ്ച പരിമിതരായിട്ടുള്ള നിരാലംബർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പദ്ധതി. പദ്ധതി പറഞ്ഞിരുന്നോ? പുനർജനി എന്ന് പറഞ്ഞൊരു പദ്ധതി പറഞ്ഞിരുന്നോ മാഡം? ഇല്ലല്ലോ. ഏതാണ്? പുനർജനി എന്നായിട്ട് പറഞ്ഞൊരു പദ്ധതി പറഞ്ഞിട്ടില്ലല്ലോ. പുനർജനി എന്ന് പറഞ്ഞൊരു പദ്ധതി ഇല്ല. ജീവനി നമ്മൾ പറഞ്ഞു. പിന്നെ ഇപ്പം ഇതിൽ പറഞ്ഞത് പുനർജ്യോതി. പുനർജനി എന്ന് പറഞ്ഞൊരു പദ്ധതി ഞാൻ പറഞ്ഞില്ല കേട്ടോ. അതാ കുട്ടി എനിക്ക് തോന്നുന്നു മാറി പറഞ്ഞതായിരുന്നു. എന്തൊരു പദ്ധതി? പുനർജ്യോതി തന്നെയാ ചോദിച്ചത്, മാറി പറഞ്ഞതാണ്. ഓക്കെ. കേട്ടപ്പോ ഞാൻ ചോദിച്ചേ ഉള്ളൂ. ശരി. നമുക്ക് അടുത്ത പദ്ധതിയിലോട്ട് പോവാം.
ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉഷസ് എന്നാണ് പദ്ധതിയുടെ പേര്. അർബൻ സ്ലംസിൽ താമസിക്കുന്നവർക്ക്, അതായത് നഗരത്തിലെ ചേരികളിൽ താമസിക്കുന്നവർക്കുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഇത് ഉഷസ് എന്ന് പറയുന്നത്. ഇതിപ്പം നമ്മളിവിടെ നമ്മുടെ ചെങ്കൽച്ചൂടിലെല്ലാം നടപ്പിലാക്കിയല്ലേ. അതായത് അർബൻ സ്ലംസ്, നഗരത്തിലെ ചേരി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നഗര ചേരികളിലുള്ളവർ താമസിച്ചിരിക്കുന്നവരിലെല്ലാം അവർക്കുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഇത്. അതായത് ഇപ്പം അങ്ങനെയുള്ള ഒരു തിങ്ങി പാർക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറയുമ്പോൾ കൊതുക് മുട്ടയിടും. അതുപോലെ തന്നെ അപ്പം ഇതുപോലെ മലേറിയ, മന്ത്, ഡെങ്കു പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മലേറിയ മന്തുമാണ് മെയിൻ ആയിട്ടും. അതുപോലെ എന്താണ്, അതുപോലെ വൃത്തിയെ കുറിച്ചുള്ള ബോധവൽക്കരണം, അതുപോലെ അതായത് കറക്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്കുള്ള ബോധവൽക്കരണവും ഉണ്ട്. അതായത് അവരുടെ ആരോഗ്യ സംരക്ഷണ പദ്ധതി. അർബൻ സ്ലംസ് എന്ന് പറയുന്നത് നഗരചേരികൾക്കുള്ളിൽ താമസിക്കുന്നവരുടെ, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നഗരചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. ഓക്കെ, അപ്പൊ ഈ അർബൻ സ്ലംസ് എന്നിട്ട് ആ പേരിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാല്ലേ, അർബൻ സ്ലംസ്, ഉഷസ്. ഓക്കെ, നഗരചേരികളിൽ താമസിക്കുന്നവർക്കുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. ഓക്കെ, ഇനി അടുത്ത പദ്ധതിയാണ് മാതൃയാനം. മാതൃയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവാനന്തരം അമ്മയും കുഞ്ഞിനെയും ഫ്രീ ആയിട്ട് വീട്ടിലെത്തിക്കുന്ന പരിപാടിയാണ് മാതൃയാനം എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ അവർ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി ഇത് ബാധകമല്ല. ഓക്കെ, അപ്പം മാതൃയാനം എന്ന് പറയുന്നത് പ്രസവാനന്തരം എന്താണ് അമ്മയും കുഞ്ഞിനെയും ഫ്രീ ആയിട്ട് വീട്ടിലെത്തിച്ച് കൊടുക്കാനുള്ള പദ്ധതിയാണ് മാതൃയാനം. പേര് തന്നെ ഉണ്ടല്ലേ, മാതൃയാനം എന്ന് പറഞ്ഞ യാത്രയല്ലേ, അപ്പൊ ഫ്രീ യാത്ര എന്ന് ഓർക്കാം. അമ്മയ്ക്കും കുഞ്ഞിനും ഫ്രീ യാത്ര വീട്ടിലേക്ക്. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് അറിയായിരിക്കും, കാരുണ്യ ബെനവലന്റ് ഫണ്ടാണ്. 2012 പദ്ധതി തുടങ്ങിയത്. എന്താണ്, കാരുണ്യ ലോട്ടറിയിലൂടെയാണ്. 30 രൂപ, ഇപ്പൊ 40 എങ്ങാണ്ടാന്ന് തോന്നുന്നു, 30 എങ്ങാണ്ടായിരുന്നു മുമ്പ്. ഓക്കെ, പിന്നെ ഹാർട്ട്, അതുപോലെ കിഡ്നി, ലിവർ ഡിസീസസ് ഉള്ളവര്, ഹീമോഫീലിയ, അതുപോലെ ക്യാൻസർ ഡിസീസസ് എല്ലാത്തിനുള്ളവർക്കുള്ള നിർധനർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓക്കെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നാണ് അത് കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഒരുപാട് അതുപോലെ തന്നെ അവരുടെ സ്റ്റോറിലാണെങ്കിലും സാധാരണയിനേക്കാളും ഒരുപാട് പൈസ കുറവായിരിക്കും. BPL കാർഡ് ഉണ്ടെങ്കിൽ അതിലും കുറവായിരിക്കും. അപ്പൊ ആ വർഷം എന്ന് ഓർത്താൽ മതി, 2012 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവർക്കുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. അതുപോലെ പ്രസവാനന്തരം അമ്മയും കുഞ്ഞിനെയും ഫ്രീ ആയിട്ട് വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. പിന്നെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് 2012 ആരംഭിച്ചത്. കാരുണ്യ ലോട്ടറി വഴിയായിരുന്നു നടപ്പിലാക്കുന്നത്. ഈ പ്രസവ സമയം പ്രിയപ്പെട്ടവരെല്ലാം കൂടെ നിർത്താൻ സാഹചര്യം ഒരുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ഒരു ഹോസ്പിറ്റൽ ഏതാണ്? അതായത് പ്രസവ സമയം സാധാരണ ഹോസ്പിറ്റൽ സ്റ്റാഫ് മാത്രമല്ല, അതായത് ഡോക്ടർ, നഴ്സ്, അറ്റൻഡേഴ്സ് അവർ മാത്രമല്ലേ സാധാരണ ലേബർ റൂമിൽ ഉണ്ടാവത്തുള്ളൂ. അത് കൂടാതെ അവർക്ക് ഒരു മാനസിക സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരുടെ അവരെയും കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. അത് നമ്മുടെ കേരളത്തിലാണ്. ആരുമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജാണേ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സൗകര്യം തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ അത് കോവിഡ് ആയതുകൊണ്ട് അതെല്ലാം ഇപ്പം ഇല്ല. ആക്ച്വലി പദ്ധതി ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. നമ്മുടെ SC ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജ് എവിടെയാണ്? SC ഡിപ്പാർട്ട്മെന്റ്, ഷെഡ്യൂൾ കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജ് ഏത് ജില്ലയിലാണ്? പാലക്കാട് മെഡിക്കൽ കോളേജാണ്. അതെ, പാലക്കാട്. ഓക്കെ, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ, അതായത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഏത് വിഭാഗമാണ്? പഞ്ചായത്ത് അങ്ങനെയാണോ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണോ? അതെ അതെ, ഗ്രാമപഞ്ചായത്തുകളാണ്. ഏറ്റവും കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുള്ള ജില്ല മലപ്പുറമാണോ?
തൃശ്ശൂരാണ്. ഏറ്റവും കുറവ് വയനാട്. ഏറ്റവും കൂടുതൽ തൃശ്ശൂര്, ഏറ്റവും കുറവ് വയനാട്. ശരി, അപ്പൊ ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോട്ടെ. ഓക്കെ, ഇത് കുറച്ച് നോട്ട്സ് ആണ്, നിങ്ങൾ എഴുതിയെടുക്കുക. സ്ഥിരമായിട്ട് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. സമ്പൂർണ്ണ, അതായത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. ഓക്കെ, അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്ര അവയവ ദാന ഗ്രാമം ഏതെന്ന് ചോദിച്ചാലും ചെറുകുളത്തൂര് തന്നെയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം ചോദിച്ചാലും നേത്ര അവയവദാന ഗ്രാമം ചോദിച്ചാലും ചെറുകുളത്തൂരാണ്. ഓക്കെ, ഇനി കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം ചോദിച്ചാൽ അത് മടിക്കൈയാണ്. മടിക്കൈ. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ സ്ലൈഡ് 3 സാധനം ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒക്കെ ചോദിക്കുന്നതാണ്. ജില്ലയിലാണ്? ചെറുകുളത്തൂര് കോഴിക്കോടാണ്, മടിക്കൈ കാസർഗോഡ്. ഇതിലെല്ലാം തുടക്കത്തിൽ കേരളത്തിലെ ആദ്യത്തെ എന്ന് ചേർത്തോണേ. ശരി, അപ്പൊ നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എല്ലാം നമ്മളിവിടെ തീർത്തു. ഞാൻ എല്ലാം നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കുകയാണ്. ഓക്കെ, ഒന്ന് നമ്മൾ ആരോഗ്യകിരണം ഇമ്പോർട്ടന്റ് ആയിരുന്നു. 18 വയസ്സ് താഴെയുള്ള, കാരണം എല്ലാ വിഭാഗങ്ങളിലുള്ള ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് ആരോഗ്യകിരണം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ സ്വാസ്ഥ്യം പറഞ്ഞു, സുഹൃതം പറഞ്ഞു. ഇത് രണ്ടും ഡിഫറൻസ് നോക്കി പഠിക്കാം. ക്യാൻസർ സുരക്ഷ സെയിം ഇത് തന്നെ, അത് ഡിഫറൻസ് നോക്കി പഠിക്കാം. മൃഗസഞ്ജീവനി പറഞ്ഞു, 2 തരത്തിലുള്ള ശുഭയാത്ര പറഞ്ഞു. ഓക്കെ, ഇനി ഡയറി ഡോക്ടർ പറഞ്ഞു, അതിന്റെ നമ്പർ പഠിച്ചു. പിന്നെ ശ്രുതി തരംഗം, അതുപോലെ ധ്വനി, അതുപോലെ ശ്രുതി മധുരം, കാതോരം, ഈ 4 പദ്ധതികൾ, കേൾവിയായിട്ട് റിലേറ്റഡ് ഉള്ള 4 പദ്ധതികൾ പറഞ്ഞു. പിന്നെ ആത്മഹത്യാ പ്രവണത, അതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള മാനസികാരോഗ്യം റിലേറ്റഡ് ആയിട്ട് ചിരി, ജീവനി, സ്നേഹക്കൂട്, സീതാലയം, ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സീതാലയം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യമായിട്ട് അങ്ങനെ തുടങ്ങിയത്, അതുകൊണ്ട് സീതാലയം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്നേഹപൂർവ്വം, ഇതെല്ലാം പഴയ പദ്ധതികൾ തന്നെയാണ്, എന്നാലും പഠിച്ചു വെക്കുക. പിന്നെ താലോലം ഇമ്പോർട്ടന്റ് ആണ്. ആശ്വാസകിരണം, അതിന്റെ കൂടെ തന്നെ നമ്മൾ സമാശ്വാസം പറഞ്ഞു. പിന്നെ വയോമിത്രം, വയോമധുരം, വയോമൃതം, അതുപോലെ തന്നെ പ്രമേഹബാധിതരായിട്ടുള്ള കുട്ടികൾക്കുള്ള മിഠായി. ഓക്കെ, അടുത്ത ലഹരി മുക്തമായിട്ടുള്ള 2 പദ്ധതികൾ, വിമുക്തി, അതുപോലെ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. പിന്നെ നമ്മൾ സാന്ത്വനം പറഞ്ഞു, വീടുകളിലെത്തി കൊടുക്കുന്ന പദ്ധതി. അതുപോലെ തന്നെ സ്നേഹസാന്ത്വനം നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെ പറഞ്ഞ പദ്ധതി കനിവ്, അതുപോലെ തൂവാല വിപ്ലവം, പിന്നെ മഴവില്ല്. പിന്നെ വിദ്യാകിരണം പറഞ്ഞു. പിന്നെ 2 തരത്തിലുള്ള അമൃതം നമ്മൾ പറഞ്ഞു. പിന്നെ സ്നേഹസ്പർശം. ഓക്കെ, പിന്നെ കൈത്താങ്, ന്യൂ ബോൺ സ്ക്രീനിങ്, ഓട്ടിസം ഉള്ള കുട്ടികൾക്കായിട്ടുള്ള സ്പെക്ട്രം. ഓക്കെ, പിന്നെ റോഡ് അപകടങ്ങൾ ആ സമയത്തുള്ള ട്രീറ്റ്മെന്റിന്റെ പദ്ധതി, ഒന്ന് സ്മൈല്, ഒന്ന് വഴികാട്ടി. പിന്നെ ഹാർട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഹൃദയം. ഓക്കെ, എയ്ഡ്സ് അവയർനെസ്സിനായിട്ട് ആയുർദളം, ലെപ്രസി അവയർനെസ്സിനായിട്ട് അശ്വമേധം, അന്യസംസ്ഥാന തൊഴിലാളികൾക്കായിട്ട് ആവാസ്. പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞ ബുക്ക് എന്തായിരുന്നു, ഹമാരി മലയാളം. ഓക്കെ, അടുത്ത ആർദ്ര മിഷൻ ഹോസ്പിറ്റൽസിൻ്റെത്, ബാലമുകുളം സ്കൂൾ കുട്ടികളുമായിട്ടുള്ള ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പദ്ധതി. അതുപോലെ ഫ്രീ സ്പെക്ടക്കിൾസ് കൊടുക്കുന്നത് മിഴി. അതുപോലെ കാഴ്ച പരിമിതരായ നിരാലംബർക്കുള്ള പദ്ധതി പുനർജ്യോതി. ഓക്കെ, നഗരചേരികൾക്കുള്ളത് അവർക്കുള്ള ആരോഗ്യ പദ്ധതി ഉഷസ്. അതുപോലെ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തരം ഫ്രീ ട്രാവൽ കൊടുക്കുന്നത് മാതൃയാനം. അതുപോലെ കാരുണ്യ 2012 കാരുണ്യ ലോട്ടറി വഴി.
പിന്നെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ, നേത്രാവയവദാനം ചെറുകുളത്തൂർ തന്നെ, രക്തദാന ഗ്രാമം മടിക്കൈ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തൊരു പോർഷനും കൂടി പുനർജനി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലടോ, ഒന്ന് നോക്കിയിട്ട് പറയാം. ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു പദ്ധതി. ഓക്കെ, ഓക്കെ, എന്തായാലും ഞാൻ റെഫർ ചെയ്തത് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ആരോഗ്യക്ഷേമ ഏതാ ആർദ്രം ഒന്നുകൂടെ പറയാവോ? ആർദ്രം മിഷൻ ഇമ്പോർട്ടന്റ് അല്ലേ, അതൊന്നുകൂടെ ഒന്ന് പറയാവോ? ആർദ്രം പദ്ധതി ഒന്നുമില്ലടോ. ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ബേസിക് കമ്മ്യൂണിറ്റീസ് നമ്മുടെ ആശുപത്രികളിലുള്ള അതായത് ബേസിക് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പം ഒരു എന്താണ് ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിപ്പ് കൊടുക്കുക, അങ്ങനത്തെ മെയിൻ സാധനങ്ങളുണ്ടല്ലോ, അത് പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ട് രോഗികളോടുള്ള സൗഹാർദ്ദപരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞത്. അത് ഇമ്പോർട്ടന്റ് ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കേരള മിഷനായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ആർദ്രം മിഷൻ. അതുപോലെ തന്നെ എന്താണ് അതുപോലുള്ള പുനരുദ്ധാരണ പദ്ധതികളാണ് അതെല്ലാം. അതിപ്പം ഹോസ്പിറ്റൽസിലെല്ലാം ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ മനസ്സിലാവുമായിരിക്കും. അതായത് കൃത്യമായിട്ട് 24 hours കാഷ്വാലിറ്റി ആണ് മിക്ക ഹോസ്പിറ്റലുകളിലും. അതുപോലെ തന്നെ മിക്ക ഹോസ്പിറ്റലുകളിലും ഇപ്പം സാധാരണ ഇതായത് ഉള്ളതെല്ലാം ഇപ്പം താലൂക്ക് ആശുപത്രികളായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം പല ഹോസ്പിറ്റലുകളിലും മുമ്പ് ഇപ്പം ഡോക്ടേഴ്സ് അല്ല കൂടുതലും അതിന് താഴെയുള്ള ഇപ്പൊ കമ്പൗണ്ടേഴ്സ് അതുപോലെ നഴ്സസ് അവരെല്ലാവരുടെ റഫ് ബിഹേവിയർ മാറ്റിയിട്ട് പേഷ്യന്റ് ഫ്രണ്ട്ലി ആക്കുക. അതായത് പേഷ്യന്റ് ഒരു മെന്റൽ അറ്റ്മോസ്ഫിയറും കൂടി അവിടെ എന്താണ് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേരള സർക്കാരിന്റെ മിഷൻ. ചോദ്യം ഇത്ര ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയൊന്നും വേണ്ട. അതായത് ആശുപത്രികളിലുള്ള പ്രാഥമിക അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എന്താണ് സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേരള സർക്കാർ പദ്ധതി ഏത്? അത് ആർദ്രം മിഷൻ. അതല്ലെങ്കിൽ രോഗി എന്താണ് പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് രോഗികളോടുള്ള ഒരു സൗഹൃദ സേവനം, അത് അതായത് ഒരു പേഷ്യന്റ് ഡോക്ടർ റാപ്പോ കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യന്റും അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റാഫുകൾ ഹോസ്പിറ്റൽ സ്റ്റാഫുകളായിട്ടുള്ള കറക്റ്റ് ഒരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ അതുള്ള പദ്ധതിയാണ് ആർദ്രം മിഷൻ. അത്രേ ഉള്ളൂ. ആ പേര് മാത്രമേ ഇമ്പോർട്ടന്റ് ഉള്ളൂ. ഹോസ്പിറ്റൽസിനുള്ള ബേസിക് സാഹചര്യങ്ങൾ കേട്ടാൽ തന്നെ അതിനാകെ ഒരു പദ്ധതിയേ ഉള്ളൂ, അത് ആർദ്രം മിഷനാണ്. ഇത് നവകേരള മിഷന്റെ അണ്ടറിൽ അതെ അതെ, വരുന്നത്. നവകേരള മിഷന്റെ പാർട്ടായിട്ട് വരുന്ന കുറച്ച് പദ്ധതികളിലും ഒന്നാണ് ആർദ്രം മിഷൻ. ഇപ്പം ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാമോ? ശരി, ഇനി അടുത്തത് നമുക്ക് രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, നമ്മുടെ ടോപ്പിക് ഉണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പോവാം. ഇതില് ഒത്തിരി ഇതുപോലെ ചാർട്ടുകൾ വരും കേട്ടോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കിയിരുന്ന് തന്നെ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, അതുപോലെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, അതുപോലെ വൈറൽ ഡിസീസസ് ഏതാണ്, അത് ഏത് വൈറസ് ആണ്, ബാക്ടീരിയൽ ഡിസീസസ് ഏതാണ്, അത് ഏത് ബാക്ടീരിയ ആണ്, അതുപോലെ തന്നെ ഈ രോഗങ്ങൾക്ക് നടത്തുന്ന ടെസ്റ്റുകൾ എന്താണ്, ചില ഇമ്പോർട്ടന്റ് വാക്സിൻസ് എന്താണ്. അപ്പൊ അങ്ങനെയെല്ലാം കൃത്യമായി ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. പിന്നെ റീസെന്റ് ആയിട്ടുള്ള ഇപ്പൊ COVID-19 ഷെഡ്യൂലോസിസ് പോലുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിത് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് എയർബോൺ ഡിസീസസ്. നിങ്ങൾ ഇല്ലേടെ ഇവിടെ ആരും? റെസ്പോൺസ്? നോ റെസ്പോൺസ്? ഓക്കെ, അപ്പൊ ആദ്യം എയർബോൺ ഡിസീസസ് നോക്കുക. അതായത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. അത് ഒന്നും നിങ്ങൾക്ക് അറിയാല്ലേ, COVID-19 ഉറപ്പായിട്ടും വായുവിലൂടെ പകരും. അടുത്തത് കോമൺ കോൾഡ്, അതായത് നമ്മുടെ സാധാരണ ജലദോഷപ്പനി. അടുത്തത് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ളാണ്, തൊണ്ടമുള്ള്. ഓക്കെ, അടുത്തത് പെർട്ടൂസിസ്. പെർട്ടൂസിസ് അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് എന്ന് പറയും, അത് വില്ലൻ ചുമയാണ്, വില്ലൻ ചുമ. അടുത്തത് മംസ്, നിങ്ങൾക്ക് അറിയാം, മുണ്ടിനീരാണ്. മീസിൽസ് തന്നെയാണ്, 5ാം പനി എന്നൊക്കെ പറയും. ഓക്കെ, ജസ്റ്റ് ഇത് നോക്കുക. കാരണം താഴെ പറയുന്നവയിൽ എയർബോൺ ഏത്, വാട്ടർബോൺ ഏത്, അതുപോലെ ഫുഡ് ബോൺ ഏത്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം ഈ ചാർട്ട് നിങ്ങൾ ഇപ്പം നോർമലി പഠിക്കുന്നവർക്ക് ഇത് കാര്യം മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇതെല്ലാം നമുക്കറിയാലേ, വായുവിലൂടെ കോണ്ടാക്ട് വരുമ്പോൾ പകരുന്നതാണ് നമുക്കറിയാം.
അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും കോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി, ഇപ്പൊ ഞാൻ വേറെ എന്തോ ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ് അങ്ങനെയൊക്കെ ഒത്തിരി കോഡുകൾ ഓരോരുത്തരും ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇച്ചിരിയൊക്കെ ഒരുമാതിരിയുള്ള ഒരു കോഡായതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം എയർബോൺ ഡിസീസസ് ഇത്രയല്ല കേട്ടോ, ഇനി അടുത്ത സ്ലൈഡും ഉണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഇപ്പം നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലേ COVID-19 എന്തായാലും അങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുപോലെ കോമൺ കോൾഡ്, അതായത് നമ്മുടെ നേസോഫാരിഞ്ചൈറ്റിസ്, റൈനൈറ്റിസ് അങ്ങനെയൊക്കെ പറയുന്ന കോമൺ കോൾഡ്. അടുത്ത ഡിഫ്തീരിയ നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഡിഫ്തീരിയ ഇടയ്ക്ക് ഒരു സമയത്ത് ഒരു അതായത് കോവിഡിനൊക്കെ മുമ്പ് ഇച്ചിരി ഇതായിട്ട് വന്നൊരു രോഗമാണല്ലേ ഡിഫ്തീരിയ. തൊണ്ടമുള്ള ഒത്തിരി പേർക്ക് റിപ്പോർട്ടൊക്കെ ചെയ്തു. ഓക്കെ, അടുത്ത പർട്ടൂസ് നിങ്ങൾക്ക് അറിയാം, വില്ലൻ ചുമയാണ്, വൂപ്പിംഗ് കഫ്, ഇങ്ങനെ കഫം തുപ്പിക്കൊണ്ടേയിരിക്കും. അടുത്തത് മംസ് ആണ്, മുണ്ടിനീര്, അത് നിങ്ങൾക്ക് അറിയാം, ലിംഫ് ഗ്ലാൻഡിന്റെ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതാണ്. അടുത്തത് മീസിൽസ്, മീസിൽസ് നിങ്ങൾക്ക് അറിയാം, 5-ാം പനിയാണ്, അതും വായുവിലൂടെ പകരും. അടുത്ത സ്ലൈഡ് പോട്ടെ. ഓക്കെ ഓക്കെ, അടുത്ത സാഴ്സ് ആണ്, പിന്നെ സ്മോൾ പോക്സ്, അതുപോലെ ചിക്കൻ പോക്സ്, ട്യൂബർക്ലോസിസ്, പിന്നെ സ്വൈൻ ഫ്ലൂ എന്ന് പറഞ്ഞാൽ പന്നിപ്പനി, H1N1. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ബേർഡ് ഫ്ലൂവും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ, പക്ഷിപ്പനി. ഓക്കെ, അപ്പൊ സാഴ്സ്, സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, ടി ബി എന്ന് പറഞ്ഞാൽ ക്ഷയം. സ്മോൾ പോക്സ് ഒന്നും ഇപ്പൊ ഇല്ല, വസൂരി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതാണ്. ചിക്കൻ പോക്സ് നിങ്ങൾക്ക് അറിയാം, വൈറൽ ഡിസീസ് അറിയാം. പിന്നെ പന്നിപ്പനി, H1N1. ഓക്കെ, അപ്പൊ ഈ 2 സ്ലൈഡാണ് നമ്മൾ പറഞ്ഞത് എയർബോൺ ഡിസീസസിലെ COVID-19, കോമൺ കോൾഡ്, അതുപോലെ തൊണ്ടമുള്ള്, വില്ലൻ ചുമ, മുണ്ടുനീര്, 5-ാം പനി, സാഴ്സ്, സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, ക്ഷയം, അതുപോലെ പന്നിപ്പനി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മുടെ COVID-19 കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ബാക്കി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്ന ആൾക്കാർ പഠിപ്പിക്കുമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഈ മെഡിക്കലി കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് നോക്കാം. ഒന്നിത് പരത്തുന്ന വൈറസ് ഏതെന്ന് ചോദിച്ചാൽ എന്താണ്, നോവൽ കൊറോണ വൈറസ് ആണ്. അതിന്റെ സിമ്പൽ NCOV ഇങ്ങനെയാണ്. നോവൽ കൊറോണ വൈറസ് ആണ് COVID-19 എന്താണ് പകർത്തുന്ന വൈറസ്. ഓക്കെ, ഇനി ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചൈനയിലെ വുഹാനിലാണ്. നിങ്ങൾക്കറിയാം 2019 ഡിസംബർ 31 റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്ച്വലി അതിന് മുമ്പൊക്കെ വന്നു എന്നാണ് പറയപ്പെടുന്നത്, പക്ഷെ റിപ്പോർട്ട് ചെയ്ത 2019 ഡിസംബർ 31. ഓക്കെ, ഇനി ഈ എന്താണ് ഈ കൊറോണ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നാണ്. ഓക്കെ, കിരീടം. ആ കൊറോണ വൈറസിന്റെ പിക്ചർ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ, ഒരു കിരീടം കണക്കല്ലാതെ ഇരിക്കുന്നത്, ഒരു നല്ല ഭംഗിയാണ് കാണാനല്ലേ. അപ്പൊ കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് എന്ത് തരം രോഗമാണ് കൊറോണ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ കൊറോണ ഒരു പാൻഡമിക് ആണ്. പാൻഡമിക് ആയിട്ട് പറയുന്നത്, അതായത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പകരുന്ന ആ രോഗത്തിനെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് വ്യാപിക്കുന്ന രോഗമായതുകൊണ്ട് കൊറോണ ഒരു പാൻഡമിക് രോഗമാണ്. ഓക്കെ, ഇനി എന്താണ് WHO ഇതിനെ ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2020 മാർച്ചിലാണ്. 2020 മാർച്ചിലാണ് ഇതിനെ ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പം പിന്നെ ഓക്കെ, അതുവരെ നിങ്ങൾ നോട്ട് ചെയ്യുക ആദ്യം. കൊറോണ പകർത്തുന്ന രോഗാണു ഏതെന്ന് ചോദിച്ചാൽ നോവൽ കൊറോണ വൈറസ് ആണ്, NCOV. ചൈനയിലെ വുഹാനിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. 2010 ഡിസംബർ 31 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ആ വാക്കിന്റെ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നാണ്. ഇതൊരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പകരുന്നതായതുകൊണ്ട് തന്നെ ഇതൊരു പാൻഡമിക് വിഭാഗം ഓഫ് ഡിസീസ് ആണ്. ഈ WHO ഇതിനെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത് 2020 മാർച്ചിലാണ്.
ശരി, ഇനി അതുമായിട്ട് റിലേറ്റഡ് അടുത്ത കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ച ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഓക്കെ, ഈ ലോകത്തിൽ ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ച കുഞ്ഞ് ജനിക്കുന്നത് ലണ്ടനിലാണ്. ഓക്കെ, ലണ്ടനിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. കേരളമാണ് ഇതിനെ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ, അതായത് നമ്മുടെ സംസ്ഥാന മഹാമാരിയായിട്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും കേരളമാണ്. ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ച ഒരു കുഞ്ഞ് ലോകത്തിൽ ആദ്യമായിട്ട് ജനിക്കുന്നത് ലണ്ടനിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത കേരളത്തിൽ തൃശ്ശൂരിലാണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാനമാണ് ഇതിനെ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാംക്രമിക രോഗങ്ങളാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് അങ്ങനെ പകരുന്ന രോഗങ്ങൾ. പാൻഡമിക് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ എന്താണ് വ്യാപ്തി കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ സാധാരണ കണ്ടേജിയസ് ഡിസീസസിനെല്ലാം നമ്മൾ എപ്പിഡമിക് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ സാധാരണ എന്താണ് ഈ നിപ്പ വൈറസ് എല്ലാം എപ്പിഡമിക് ആയിരുന്നില്ലേ, അങ്ങോട്ടും അങ്ങനെ പകരുന്ന, പക്ഷെ അത് വലിയൊരു വ്യാപ്തിയിലേക്കൊന്നും എത്തിയില്ല. ഇത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പകരുന്ന അത്തരം വലിയ വ്യാപ്തിയുള്ള പകർച്ചവ്യാധിനെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. പാൻഡമിക്കിന് മലയാളം അതെ അതെ, നിപ്പ എയർബോൺ ആണ്, വൈറസ് ആണ്, നിപ്പ വൈറസ് തന്നെയാണ്. ശരി, അപ്പം ഈ COVID-19 പകർത്തുന്ന വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ നോവൽ കൊറോണ വൈറസ്. ഓക്കെ, എന്താണ് വുഹാനിൽ, ചൈനയിലെ വുഹാനിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് 2019 ഡിസംബർ 31. ഈ കൊറോണ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം. ഓക്കെ, ഈ കൊറോണ വൈറസ് അല്ലെങ്കിൽ കൊറോണ അസുഖം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും WHO ഒഫീഷ്യലി പറയുന്നതിന് COVID-19 എന്നാണ്. ഈ അസുഖത്തിന്റെ പേര് ഒഫീഷ്യലി COVID-19 എന്നാണ്. ഓക്കെ, ഈ 2019 വന്നുകൊണ്ടാണ് COVID-19 അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി അത് പാൻഡമിക് ആണ്. മഹാമാരിയായിട്ട് WHO അത് പ്രഖ്യാപിച്ചത് 2020 മാർച്ചിലാണ്. ഓക്കെ, COVID-19 സ്ഥിരീകരിച്ച ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ലോകത്ത് ജനിക്കുന്നത് ലണ്ടനിലാണ്. ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ തൃശ്ശൂര്. കേരളമാണ് ഇതിനെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചത്. ശരി, ഇനി ഇന്ത്യയിൽ നമുക്കറിയാലേ ഇപ്പം ലോക്ക്ഡൌണും കർഫ്യൂ എല്ലാ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ നടത്തിയ സംസ്ഥാനം എന്ന് ചോദിച്ചത് രാജസ്ഥാനാണ്. ഓക്കെ, രാജസ്ഥാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ ആദ്യത്തെ കാര്യങ്ങളേ ഉള്ളൂ പറയുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇപ്പൊ കോവിഡായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷം ഇപ്പോഴും നിലനിന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കോവിഡായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതെല്ലാം കൂടി നിന്ന് കഴിഞ്ഞാൽ ഈ 2 മണിക്കൂർ ഞാൻ കോവിഡ് മാത്രം പറയേണ്ടി വരും. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇതിനകത്ത്, ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നോക്കിയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ നടത്തിയ സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. അടുത്തത് ആദ്യത്തെ ഓട്ടോമേറ്റഡ് COVID-19 ടെസ്റ്റിംഗ് മെഷീൻ. ഓക്കെ, ഇത് ടെസ്റ്റിംഗ് മെഷീൻ ആദ്യം വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോബാസ് 6800 ആണ്. ഫസ്റ്റ് ഓട്ടോമേറ്റഡ് COVID-19 ടെസ്റ്റിംഗ് മെഷീൻ ഇൻ ഇന്ത്യ, അതായത് കോബാസ് 6800. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്മ ബാങ്ക് വന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് ന്യൂഡൽഹിയിലാണ്. ഇനി ആദ്യത്തെ പൂൾ ടെസ്റ്റിംഗ്, ഓക്കെ, പലതരത്തിലുള്ള ടെസ്റ്റ് ഉണ്ടല്ലോ, അന്ന് പൂൾ ടെസ്റ്റിംഗ് കൊണ്ടുവന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ആദ്യത്തെ ജീനോം സീക്വൻസിങ്, കാരണം ഈ ജീനോം പല റേസിലും പല കൺട്രീസിലും എത്തുമ്പോൾ ഇതിന്റെ ജീനോം വേരി ചെയ്തല്ലേ, മ്യൂട്ടേഷൻ സംഭവിച്ചാലേ പലതും എത്തുന്നെന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ കറക്റ്റ് ആ ജീനോം സീക്വൻസിങ് നമ്മുടെ ഇന്ത്യയിൽ ചെയ്തതെന്ന് ചോദിച്ചാൽ NIV-യിലാണ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലാണ്, പൂനെയിലാണ് ആ സ്ഥാപനം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് രാജസ്ഥാനിലാണ്. ഫസ്റ്റ് ഓട്ടോമേറ്റഡ് COVID-19 ടെസ്റ്റിംഗ് മെഷീൻ ഏതാണെന്ന് ചോദിച്ചാൽ കോബാസ് 6800 ആണ്.
ഇപ്പൊ കേൾക്കാമോ? മാം കുറെ നേരം ഒന്നും കേട്ടിട്ടില്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. കറണ്ട് പോയ അതിന്റെ ഒരു വൈഫൈ കട്ടായിരുന്നു. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ശരി, അപ്പൊ ഈ സ്ലൈഡ് നോക്കിക്കോളൂ. ആദ്യത്തെ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ രാജസ്ഥാനിലായിരുന്നു. പിന്നെ ഫസ്റ്റ് ജീനോം സീക്വൻസിങ് ലാസ്റ്റ് പറഞ്ഞത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലായിരുന്നു. ശരി, ഈ സ്ലൈഡ് ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. ശരി, ഇനി കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്സിൻസിന്റെ കാര്യമാണ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ, കോവിഡിന്റെ വാക്സിൻ നമുക്കറിയാലേ, റഷ്യയാണ് അത് കൊണ്ടുവന്നത്. അതിന്റെ സ്പുട്നിക് 5 ആണ്. പക്ഷെ അത് അത്ര സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ സെക്കൻഡ് പിന്നെയും ഒരു കൊണ്ടുവന്നു, അത് എപ്പിവാക് കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിൻ ആണ്. പിന്നെ അപ്പൊ ഈ രണ്ടുപേരും നിങ്ങളൊന്ന് ഓർക്കും. അപ്പൊ സ്പുട്നിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം റഷ്യ ആയിട്ട് റിലേറ്റഡ് ആണ്. അവരുടെ ഒത്തിരി മിസൈൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പുട്നിക് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വാക്സിൻ റഷ്യയുടെ സ്പുട്നിക് 5 ആണ്. സെക്കൻഡ് ആയിട്ട് അവർ തന്നെയാണ് ഇറക്കിയത്, അത് എപ്പിവാക് കൊറോണയാണ്. പിന്നെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത വാക്സിൻ ആണ് എന്ത്? കോവാക്സിൻ. അത് നിങ്ങൾക്ക് പഠിച്ചു വെക്കുക, എല്ലാവർക്കും കേട്ട് കാണും. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്താണ് കോവാക്സിൻ. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ഓറൽ മെഡിക്കേഷൻ അതും കൊടുക്കുന്നുണ്ട്. അത് ഫ്ലാവി പൈരാവിർ എന്നാണ് അതിന്റെ പേര്. അതായത് ഇന്ത്യയിൽ COVID-19 കൊടുക്കുന്ന ആദ്യത്തെ കഴിക്കാൻ കൊടുക്കുന്ന ഡ്രഗാണത്, മരുന്നാണത്. ആദ്യത്തെ ഓറൽ മെഡിക്കേഷൻ ആണത്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ് ഇതിന് ഈ മരുന്നിനെല്ലാം അനുമതി കൊടുത്തത്. അതുപോലെ തന്നെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ് റെംഡെസിവിർ ഇഞ്ചക്ഷൻ. ഓക്കെ, റെംഡെസിവിർ ഇഞ്ചക്ഷൻ. ഇത് ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി, കാരണം ഇന്ത്യയിലത്തെ സാധനങ്ങളായതുകൊണ്ട് ഒരു പക്ഷേ ചോദിക്കാൻ ചാൻസുകളുണ്ട് കൂടുതലും. ചിലപ്പോൾ കോവാക്സിൻ ആയിരിക്കും ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതെങ്ങാനും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഇതൊന്നും കാണാതെ ഒന്നും പഠിച്ചു വെക്കണം, ജസ്റ്റ് ഇതൊന്ന് ഫെമിലിയർ ആയിരുന്നാൽ മാത്രം മതി, ഇന്ത്യയിലത്തെ ആയതുകൊണ്ട്. ശരി, അടുത്ത സ്ലൈഡിലോട്ട് പോട്ടെ. ശരി, ഇനി കുറച്ച് ക്യാമ്പയിൻസുകളുണ്ട്, അത് പഠിക്കണം. കാരണം ഓരോ സംസ്ഥാനങ്ങളും ഈ COVID-19 ആയിട്ട് ബന്ധപ്പെട്ട് ഓരോ ക്യാമ്പയിൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ക്യാമ്പയിൻസ് എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, ഫസ്റ്റ് മഹാരാഷ്ട്ര, നോ മാസ്ക് നോ റൈഡ്. ഓക്കെ, മാസ്ക് ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ട എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നു, നോ മാസ്ക് നോ റൈഡ്. അതുപോലെ മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ എളുപ്പമുണ്ടല്ലേ മഹാരാഷ്ട്ര, നോ മാസ്ക് നോ മൈ. അതുപോലെ തന്നെ അവർ കൊണ്ടുവന്നാണ് മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി. അടുത്ത മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ് കൊണ്ടുവന്ന കുറെ ക്യാമ്പയിൻസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് കിൽ കൊറോണ ക്യാമ്പയിൻ, പിന്നെ ഏക് മാസ്ക് അനേക് സിന്ദഗി. ഓക്കെ, ഒരു മാസ്ക് ഒരുപാട് ജീവിതങ്ങൾ, കിൽ കൊറോണ ക്യാമ്പയിൻ. അതുപോലെ ഏക് മാസ്ക് അനേക് സിന്ദഗി. ഓക്കെ അല്ലേ സ്ലൈഡ്?
ശരി, അടുത്ത ക്യാമ്പയിൻ നമ്മുടെ ഗൂഗിളിൻ്റെതാണ്. ഡു ദ 5. ഓക്കെ, ഡു ദ 5 എന്നാണ് കോവിഡ് ഗൂഗിളിന്റെ ക്യാമ്പയിൻ. ഓക്കെ, അടുത്തത് കർണാടകയുടെ നമസ്തേ ഓവർ ഷേക്ക് ഹാൻഡ്. ഓക്കെ, നല്ല ക്യാമ്പയിൻ ആണല്ലേ, നമസ്തേ ഓവർ ഷേക്ക് ഹാൻഡ്. ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞ രീതി മാറ്റി നമസ്തേ. നമ്മുടെ ഭാരതീയ രീതിയായിരുന്നു എപ്പോഴും നല്ലത്. അതാവുമ്പോൾ കോണ്ടാക്ട് ഒന്നുമില്ല, തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ആളെ ബഹുമാനിക്കാം. ഓക്കെ, എല്ലാം ചെയ്യുന്ന രീതിയാണ് നമസ്തേ ഓവർ ഷേക്ക് ഹാൻഡ് എന്നാണ് കർണാടകയുടെ ക്യാമ്പയിൻ. അതുപോലെ ബംഗ്ലാദേശിൻ്റെത് നോ മാസ്ക് നോ സർവീസ് പോളിസി. ഓക്കെ, മാസ്ക് ഇല്ലാത്തവർക്ക് സർവീസ് പോളിസി ഇല്ല, നോ മാസ്ക് നോ സർവീസ് പോളിസി. അപ്പം ഒരു ഫോറിൻ കൺട്രി ഉള്ളത് ബംഗ്ലാദേശാണ്, നോ മാസ്ക് നോ സർവീസ് പോളിസി. അപ്പൊ ഗൂഗിളിന്റെ ക്യാമ്പയിൻ ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഡു ദ 5 ആണ്. അതുപോലെ കർണാടക നമസ്തേ ഓവർ ഷേക്ക് ഹാൻഡ്, ബംഗ്ലാദേശ് നോ മാസ്ക് നോ സർവീസ് പോളിസി. ഓക്കെ, ശരി. ഇനി അടുത്ത നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, അവർ കൊണ്ടുവന്ന ഡയഗ്നോസ്റ്റിക് കിറ്റ് ആണ് ചിത്ര ജീൻ ലാമ്പ് എൻ. അതുപോലെ ഒരു RNA എക്സ്ട്രാക്ഷൻ കിറ്റ് ഉണ്ട്, അതാണ് അഗാപ്പെ ചിത്ര മാഗ്നി. അപ്പൊ അത് ഇവിടത്തെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതൊന്നും നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കല്ലേ ഒരിക്കലും. ഇപ്പൊ ഈ ചിത്ര ജീൻ ലാമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് ഡയഗ്നോസ്റ്റിക് കിറ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അത് ഇവിടത്തെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു കിറ്റ് ആയതുകൊണ്ട്, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ COVID-19 ചികിത്സയ്ക്കായിട്ട് ഒരു പ്ലാസ്മ തെറാപ്പി ട്രയൽ തന്നെ കൊണ്ടുവന്നത് ഈ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ്. അപ്പം അവർ തന്നെയാണ് ആദ്യമായിട്ട് ഇതുപോലെ ഒരു ഡയഗ്നോസ്റ്റിക് കിറ്റ്, അതായത് ചിത്ര ജീൻ ലാമ്പ് എൻ എന്ന് പറയുന്ന ഡയഗ്നോസ്റ്റിക് കിറ്റും അതുപോലെ തന്നെ ഒരു RNA എക്സ്ട്രാക്ഷൻ കിറ്റും, ഈ കൊറോണയുടെ RNA എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്നാണ് അതിന്റെ ജീനോമും കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നത്. അപ്പൊ ആ ഒരു കിറ്റ് കണ്ടുപിടിച്ചത് ഇവർ തന്നെയാണ്, അഗാപ്പെ ചിത്ര മാഗ്നി എന്നാണ് കിറ്റ്. ഈ പേര് കേൾക്കുമ്പോഴൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. പേര് ഇപ്പം ഇങ്ങനത്തെ പേരുകളൊക്കെ ഈ ഒരു പേരല്ലേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അപ്പം ഓപ്ഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് കിട്ടും. ഈ അഗാപ്പെ ചിത്ര മാഗ്നി, നിങ്ങൾക്ക് അഗാപ്പെ എന്ന് പറഞ്ഞൊരു കമ്പനി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കൊച്ചിയിലുള്ള ഒരു കമ്പനിയാണ് അഗാപ്പെ. അവരുമായിട്ട് ചേർന്നാണ് ഈ അഗാപ്പെ ചിത്ര മാഗ്നി എന്ന് പറഞ്ഞൊരു RNA എക്സ്ട്രാക്ഷൻ കിറ്റ് കൊണ്ടുവന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ എഴുതി വെക്കാം. ഈ COVID-19 ബാധിതർക്കായിട്ട് ഇപ്പൊ ശ്വാസതടസ്സമാണല്ലോ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് ഈ ഓട്ടോമേറ്റഡ് വെന്റിലേറ്റേഴ്സ് കൊടുക്കും. അപ്പൊ ഈ വെന്റിലേറ്റേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായത്തിനായിട്ട് ഈ വിപ്രോയായിട്ട് ചേർന്ന് കേരളത്തിൽ സഹകരിക്കുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചാലും ഇതാണ്, ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓട്ടോമേറ്റഡ് വെന്റിലേറ്റേഴ്സിന് വേണ്ടിയിട്ട് വിപ്രോയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്ഥാപനം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കേരളത്തിലെ കാര്യങ്ങളായതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി ഓരോ റോബോട്ടുകളുടെ പേരാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതായത് പൊതുജന ബോധവൽക്കരണത്തിനായിട്ട്, പബ്ലിക് അവയർനെസ്സിനായിട്ട്, ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, പബ്ലിക് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ക്വാറന്റൈനിലിരിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തെല്ലാം ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിന് ഉപയോഗിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. അപ്പം ഈ കണ്ണൂര് ആണ് നമ്മുടെ 3 ജില്ലകളിലുള്ള റോബോട്ടുകളുടെ പേര് നമുക്ക് പഠിക്കാം. ഒന്ന് കണ്ണൂർ ജില്ലയിലെ നൈറ്റിംഗേൽ 19 എന്നാണ് റോബോട്ടിന്റെ പേര്. അതായത് ഇത് ബോധവൽക്കരിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ COVID-19 ബാധിച്ചിട്ടുള്ളവരെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോബോട്ട്. കാരണം റോബോട്ടിന് അസുഖം പകരത്തില്ലല്ലോ. അപ്പം ഈ കോവിഡ് ബാധിതരായിട്ടുള്ള രോഗികളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ കൊണ്ടുവന്ന റോബോട്ടാണ് നൈറ്റിംഗേൽ 19. അതുപോലെ പത്തനംതിട്ടയില് ആശാ സാഫി, അതുപോലെ എറണാകുളത്ത് കർമ്മി ബോട്ട്, അത് എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു കർമ്മി ബോട്ട്. ഇനി നമ്മളിപ്പം റോബോട്ട്സ് കൊണ്ടുവന്ന പോലെ ഡ്രോൺസ് കൊണ്ടുവന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇൻഡോറിലായിരുന്നു അത്.
അത് ഇതിനെതിരെയുള്ള ശുചീകരണ പ്രവർത്തനം നടക്കാൻ, അതായത് ഈ ആന്റി ഹ്യൂമിഗേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഡ്രോൺസിനെ കൊണ്ടുപോകുന്നത്. അത് ഇൻഡോറിലായിരുന്നു, മധ്യപ്രദേശില്. നൈറ്റിംഗൽ 19 ഞാൻ പഠിച്ച കോളേജിലെ കുട്ടികൾ ഏതായിരുന്നു? വിമൽ ജ്യോതി. ഏതാണ്? നൈറ്റിംഗൽ 19 കണ്ണൂരില് ഞാൻ പഠിച്ച കോളേജിലെ കുട്ടികൾ ഏതായിരുന്നു? വിമൽ ജ്യോതി. ഓക്കെ, അത് ശരി. ഇയാൾ കണ്ണൂരാണോ പഠിച്ചത്? ഞാൻ കണ്ണൂർ, എന്റെ വീട് കണ്ണൂരാണ്. ഓക്കെ ഓക്കെ. നല്ലൊരു പദ്ധതിയാണ് എന്തായാലും. ഇനിയുള്ള കാലത്ത് എന്തായാലും റോബോട്ട്സിനൊക്കെ നമുക്ക് ആവശ്യം വരും. ശരി, ഇപ്പം സ്ലൈഡ് ഓക്കെ ആണോ? ശരി, ഇനി അടുത്ത വീണ്ടും നമ്മൾ ഇതിന്റെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളാണ്. അപ്പൊ അതും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് പൂർണ്ണമാവും, അവിയല് വരുമാവും മൊത്തം. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ പദ്ധതി സുഖായുഷ്യം. ഓക്കെ, സുഖായുഷ്യം അതായത് 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർക്ക് രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആയുർവേദം യൂസ് ചെയ്ത്, ആയുർവേദമാണല്ലോ നമുക്ക് ആയുസിന്റെ വേദം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ രോഗപ്രതിരോധത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്നത് ആയുർവേദം തന്നെയാണ്. അപ്പൊ ആ ആയുർവേദം ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രോഗപ്രതിരോധം അല്ലെങ്കിൽ ആയുർവേദ രീതികൾ ഉപയോഗിച്ച് രോഗപ്രതിരോധം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഖായുഷ്യം. ഓക്കെ, ആയുഷ്യം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ആയുർവേദമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ എന്താ, ആയുസ് കൂട്ടാനുള്ളതാണ്. അപ്പൊ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. ഓക്കെ, അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ സുഖായുഷ്യം എന്ന് പറഞ്ഞാൽ COVID-19 വ്യാപനത്തിനെതിരെ ആയുർവേദം പ്രയോജനപ്പെടുത്തിയിട്ട് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഖായുഷ്യം. ഓക്കെ, സുഖായുഷ്യം. ഇനി അടുത്തത് ഡ്രീം കേരള എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അതായത് നമ്മുടെ COVID-19 പശ്ചാത്തലത്തിൽ നമ്മുടെ വിദേശത്തു നിന്ന് മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം കേരള. ഡ്രീം കേരള അതായത് COVID-19 പശ്ചാത്തലത്തിൽ വിദേശത്തു നിന്ന് മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും. ഇപ്പം ഒത്തിരി നമ്മൾ ന്യൂസ് എല്ലാം കണ്ടായിരുന്നല്ലേ, അങ്ങനെ മടങ്ങി വരുന്ന പ്രവാസികളെ ചിലരൊന്നും വീട്ടിൽ കയറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലർ ഫുഡ് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പൊ അതിനുള്ളതായിട്ടും അവർക്കുള്ള പുനരധിവാസവും അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ക്വാറന്റൈനും കാര്യങ്ങളെല്ലാം നോക്കുക, അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക. അതുവഴി സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം, അതുവഴി അവരും രക്ഷപ്പെടുവാണ്, അവരുടെ കുടുംബവും അങ്ങനെ തന്നെയല്ലേ. പിന്നെ അവർ വഴി ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ആവുന്നുമില്ല. ഓക്കെ, അപ്പൊ അതിന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൊണ്ടുവന്ന പദ്ധതിയാണ് ഡ്രീം കേരള. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കാം. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി ഏതെന്ന് ചോദിച്ചാൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് നമ്മുടെ മലപ്പുറത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്മ ബാങ്ക് വന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മലപ്പുറത്താണ്. സ്ലൈഡ് ഓക്കെ അല്ലേ? ശരി, ഓക്കെ. അടുത്തത് കേരള സർക്കാരിന്റെ തന്നെ കുറച്ച് പദ്ധതികളാണ്. അതൊന്നും നിങ്ങൾക്ക് അറിയാം, കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലേ. അതായത് ഈ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്ന സമയത്ത് ഒട്ടുമിക്ക പേർക്കും ചിലപ്പം ഫുഡ് കിട്ടാത്ത സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് എന്ത്, കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ലോക്ക്ഡൌൺ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ. ഇതുപോലെ ഒരു പദ്ധതി ആരംഭിച്ചായിരുന്നു അല്ലേ, മോഡി കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അത് എവിടെയായിരുന്നു എന്ന് പറയാമോ? മോഡി കിച്ചൺ കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂരാണ് ഇതുപോലെ തന്നെ ലോക്ക്ഡൌൺ സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മോഡി കിച്ചൺ ആരംഭിച്ചത് കോയമ്പത്തൂരിലാണ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ ആരംഭിച്ചത് കമ്മ്യൂണിറ്റി കിച്ചൺ. ഓക്കെ, അടുത്തത് സുഭിക്ഷ കേരളം എന്നാണ്.
അതായത് നമ്മുടെ ഈ COVID-19 സാഹചര്യത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട നമ്മുടെ കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഓക്കെ, അപ്പൊ സുഭിക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭക്ഷ്യ പര്യാപ്തത, ഭക്ഷ്യ സ്വയം പര്യാപ്തത. അപ്പൊ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ എന്താണ് അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പൊ അരി വേണമെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ എന്താണ് പച്ചക്കറി വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം. അപ്പൊ അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ അതെല്ലാം മാറ്റി ഈ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയായിരുന്നു. അപ്പൊ അത് എന്താണ് അതിന് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഓക്കെ, സുഭിക്ഷ കേരളം. അടുത്ത നിങ്ങൾക്ക് അറിയാം, കോവിഡ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എന്താണ് കോണ്ടാക്ട് മാക്സിമം സോഷ്യൽ ഡിസ്റ്റൻസ് ചെയ്യുക, അതുപോലെ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാം ചെയ്തിട്ട് ഈ ചെയിൻ, അതായത് കോവിഡ് സ്പ്രെഡ് ചെയ്യുന്ന ചെയിൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബ്രേക്ക് ദ ചെയിൻ. അതെല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രേക്ക് ദ ചെയിൻ. ഓക്കെ, ഇനി കോവിഡ് കാലത്ത് കുട്ടികളെല്ലാം വീട്ടിൽ തന്നെയാണ്. അപ്പം നമുക്കറിയാം എന്താണ് അവർക്കും മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അങ്ങനത്തെയുള്ള കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും എന്താണ് അതെല്ലാം ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. ഓക്കെ, ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. അതാണ് COVID-19 പശ്ചാത്തല കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനും അവരുടെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനും മാറ്റാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഗ്രാൻഡ് കെയർ എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അതായത് മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ഗ്രാൻഡ് കെയർ. ഓക്കെ, മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും അതുപോലെ സംരക്ഷണവും. ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഒരുപാട് പേര് അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരുണ്ട്, ഫുഡ് വാങ്ങിക്കാൻ പൈസ ഇല്ല, ജോലിയില്ല, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാൻഡ് കെയർ എന്ന് പറയുന്നത്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട്, പേരിൽ തന്നെ ഉണ്ടല്ലേ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗ്രാൻഡ് കെയർ. ഓക്കെ, അടുത്തത് ഈ കുടുംബശ്രീ തന്നെ KSFE ആയിട്ട് കണക്ട് ചെയ്ത് എന്താണ് ഇപ്പം ഓൺലൈനായിട്ട് പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്സ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തത് നിങ്ങൾ ന്യൂസിലെല്ലാം കണ്ടു കാണും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആ പദ്ധതിയുടെ പേരാണ് വിദ്യശ്രീ. അത് ഏത് ഇതായിട്ടാണെന്ന് ചോദിച്ചാൽ KSFE ആയിട്ട് ലിങ്ക് ചെയ്താണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളും അവരുടെ ആത്മഹത്യാ പ്രവണതകളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. കുടുംബശ്രീ മുതിർന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി ഗ്രാൻഡ് കെയർ. കുടുംബശ്രീ KSFE ആയിട്ട് ചേർന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ള ലാപ്ടോപ്പും കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന പദ്ധതി വിദ്യശ്രീ. അതെ, SMS, സോപ്പ്, മാസ്ക്, സാനിറ്റൈസർ. കറക്റ്റ്. ഒരു എസ്സും കൂടി കിട്ടോ, സോഷ്യൽ ഡിസ്റ്റൻസ്. സോഷ്യൽ ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോപ്പാണ് ഇല്ലാത്തതെന്ന് തോന്നണല്ലേ? അത് ആരെങ്കിലും ഒന്ന് നോക്കൂ. ഓക്കെ, ഇവിടെ ചോദിച്ചിരുന്നല്ലേ. ശരി, അടുത്ത സ്ലൈഡിലോട്ട് പോട്ടെ.
ശരി. അപ്പം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ നമസ്തേ. അതായത് ഇതിന് COVID-19 നേരിടുന്നതിനായിട്ട് ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ നമസ്തേ. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യൻ നേവി ആരംഭിച്ച പദ്ധതിയാണ് സമുദ്ര സേതു. ഈ സമുദ്ര സേതു എന്ന് പറയുന്നത് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായിട്ട് നേവി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. ഓക്കെ. അപ്പം വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നേവി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. മറ്റത് ഇന്ത്യൻ ആർമി ആരംഭിച്ചത് കോവിഡിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ നമസ്തേ. ഓക്കെ. ഇനി നമ്മൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് കോവിഡിന്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ആരംഭിച്ച നമ്പറാണ് ടോൾ ഫ്രീ നമ്പറാണ് 1075 1075. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1056 പറഞ്ഞില്ലേ കേരള സർക്കാരിന്റെ ടോൾ ഫ്രീ നമ്പർ. ഓക്കെ. അപ്പം ഇവിടെ ഉള്ളതാണ് 1075 എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ആണെന്ന് പറയാം. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ടോൾ ഫ്രീ നമ്പർ 1075. മറ്റോ നമ്മൾ 1056 ഡയലേ ഡോക്ടർ പറഞ്ഞു, അതിലും കോവിഡിന്റെ വിവരങ്ങൾ ലഭ്യമാണ്. ഓക്കെ. ഇനി അടുത്തത് ഇന്ത്യയും ഇസ്രയേലുമായിട്ട് ചേർന്നിട്ട് ആരംഭിച്ച ഒരു കോവിഡിനെ നേരിടാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. ഓക്കെ. ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. ഓക്കെ. അതുപോലെ തന്നെ കോവിഡിനെ നേരിടാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ഓക്കെ. അപ്പൊ കോവിഡിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ആത്മനിർഭർ ഭാരത് അഭിയാൻ. അതെ, ദിശയുടെ അതാണ് 1056 നമ്മൾ പറഞ്ഞ ഡയലേ ഡോക്ടർ. ലാസ്റ്റ് പറഞ്ഞത് ആത്മനിർഭർ ഭാരത് അഭിയാൻ. അതായത് COVID-19 പ്രത്യാഘാതങ്ങളിൽ നിന്ന് നമ്മുടെ ഭാരതത്തെ വീണ്ടെടുക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭം. ഓക്കെ. SMS ആരെങ്കിലും കറക്റ്റ് ആയിട്ട് നോക്കിയായിരുന്നോ? സാനിറ്റൈസർ ആണ്. സാനിറ്റൈസർ, മാസ്ക്, അങ്ങനെയാണ്. സോഷ്യൽ ഡിസ്റ്റൻസ്. ഓക്കെ. ഓക്കെ. അപ്പൊ അതും കൂടി നോട്ട് ചെയ്ത് വെച്ചോണേ. SMS ഇത് കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. SMS അലേർട്ട്, സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ്. ആപ്പുകളുണ്ട്, ഒത്തിരി ഉണ്ട്. അതെ അതെ, ആരോഗ്യ സേതു ആപ്പാണ് നമ്മളിപ്പം കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ആപ്പ് എന്ന് പറഞ്ഞാല്. എന്തായാലും നിങ്ങൾ ആപ്പ് ചോദിച്ച സ്ഥിതിക്ക് ഒരാപ്പ് നിങ്ങൾ എഴുതിക്കോളൂ. അതായത് കേരള സർക്കാരിന്റെ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. ആരോഗ്യ സേതു കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഈ കോവിഡ് വൈറസ് ട്രാക്കിംഗ് ആപ്പാണ്. അതായത് അതിനകത്ത് സകല ഡീറ്റെയിൽസും ഉണ്ടാവും. അതെ അതെ, ഇതൊരു ട്രാക്കിംഗ് ആപ്പാണ്. ഡയറക്റ്റ് കേന്ദ്ര സർക്കാരാണ് ഈ ആപ്പ് നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോംപ്രിഹെൻസീവ് കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പാണ് ആരോഗ്യ സേതു. നമ്മള് കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. ഈ ആരോഗ്യ സേതു ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ഒരു റെക്കോർഡ് നേടിയ ആപ്പാണ് ഈ ആരോഗ്യ സേതു. അതെ, 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. നമുക്കും എല്ലാവർക്കും ഫോണിൽ മെസ്സേജ് വരില്ലായിരുന്നോ, ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്?
ഈ ആരോഗ്യ സേതു ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വോയിസ് റെസ്പോൺസ് സിസ്റ്റം അത് തുടങ്ങിയ സംസ്ഥാനം തമിഴ്നാടാണ്. കേരളം തുടങ്ങിയ ആപ്പ് ഓൺലൈൻ പോർട്ടൽ നിരാമയാണ്. ഓക്കെ, ഇനി കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് എല്ലാം കൂടി സമയം ഉണ്ടാവില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ബസ്സുകൾ, അതുപോലെ ട്രെയിനുകൾ, വേറെ ടെസ്റ്റിംഗ് ഏജൻസീസ്, അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങളെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നവരൊന്ന് പഠിപ്പിക്കും. ജസ്റ്റ് ഒന്ന് നമുക്ക് കോവിഡിന്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞില്ലേ, നോവൽ കൊറോണ വൈറസ് ആണ്, ചൈനയിലെ വുഹാനിലാണ് ആദ്യം വന്നത്. കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നാണ് അതിന്റെ അർത്ഥം. പാൻഡമിക് ആണ്, മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത് 2020 മാർച്ചിലാണ്. ആദ്യമായിട്ട് കോവിഡ് സ്ഥിരീകരിച്ച ബേബി ജനിക്കുന്നത് എവിടെയാണ്? കുഞ്ഞ് ജനിക്കുന്നത് ലണ്ടനിലാണ്. ഇന്ത്യയിൽ ആദ്യം, കേരളത്തിലെ തൃശ്ശൂരാണ്. കേരളമാണ് അതിനെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചത്. ഫസ്റ്റ് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ നടന്നത് രാജസ്ഥാനിലാണ്. ആദ്യമായിട്ട് ഓട്ടോമേറ്റഡ് COVID-19 ടെസ്റ്റിംഗ് മെഷീൻ വന്നത് കോബ 6800 ആണ്. പ്ലാസ്മ ബാങ്ക് വന്നത് ന്യൂഡൽഹിയിലാണ്. ആദ്യത്തെ പൂൾ ടെസ്റ്റിംഗ് UP-യിലാണ്. ഫസ്റ്റ് ജീനോം സീക്വൻസിംഗ് NIV നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലാണ്. ഇനി വാക്സിൻസ് നമ്മൾ പറഞ്ഞു, റഷ്യ കൊണ്ടുവന്ന സ്പുട്നിക് 5 ആണ്. രണ്ടാമത്തത് എത്തിവാക് കൊറോണ, ഇന്ത്യയിലുള്ളത് കോവാക്സിൻ. ഓക്കെ, ഇനി ആദ്യത്തെ ഓറൽ മെഡിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഫാവിപൈരാവൽ, അതുപോലെ റെംഡെസിവിർ ആണ് ഇഞ്ചക്ഷൻ. ക്യാമ്പയിൻസ് മഹാരാഷ്ട്ര നോ മാസ്ക് നോ റൈഡ്, അതുപോലെ തന്നെ മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഓക്കെ, മധ്യപ്രദേശിലെ കിൽ കൊറോണ ക്യാമ്പയിൻ, നിരാമയ പറയാം. മധ്യപ്രദേശിൽ കിൽ കൊറോണ ക്യാമ്പയിൻ, അതുപോലെ എക് മാസ്ക് യാനിക് സിന്ദഗി, ഗൂഗിളിൻ്റെത് ഡൂ ദി ഫൈവ്, അതുപോലെ നമസ്തേ ഓവർ ഷെയ്ക്ക് ഹാൻഡ് കർണാടകയാണ്. ബംഗ്ലാദേശ് നോ മാസ്ക് നോ സർവീസ് പോളിസി, അതുപോലെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയഗ്നോസ്റ്റിക് കിറ്റും RNA എക്സ്ട്രാക്ഷൻ കിറ്റും. ഓക്കെ, സുഖായുഷ്യം പദ്ധതി എബോവ് 60 ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ്. ഡ്രീം കേരള നമുക്കറിയാം, പ്രവാസികളെ കൊണ്ടുവരുന്നതാണ്. പ്ലാസ്മ ബാങ്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് വന്നത്. ഓക്കെ, ഇനി ആർമി കൊണ്ടുവന്ന ഓപ്പറേഷൻ നമസ്തേ, നേവി സമുദ്ര സേതു, ടോൾ ഫ്രീ നമ്പർ 1075, ഇസ്രായേലുമായിട്ട് ചേർന്ന് നടത്തുന്ന ഇതിനെ നേരിടാനായിട്ടുള്ള പദ്ധതി ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. പിന്നെ ആത്മനിർഭർ ഭാരത് അഭിയാൻ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ കോവിഡ് പ്രത്യാഘാതങ്ങളിൽ നിന്നും വീണ്ടെടുക്കാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാർ സംരംഭമാണ്. പിന്നെ അടുത്ത നമ്മൾ രണ്ട് ഇതാണ് പറഞ്ഞത്. ഒന്ന് ആരോഗ്യ സേതു കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആദ്യത്തെ കോംപ്രിഹെൻസീവ് കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പാണ് ആരോഗ്യ സേതു. അടുത്തത് നിരാമയ, എന്താണ്? COVID-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. ഓക്കെ, അത് കേരള സർക്കാർ പദ്ധതിയാണ്. ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. ഈ ആമയം എന്ന് പറഞ്ഞ അസുഖമാണ്, ഇപ്പൊ നിരാമയം എന്ന് പറഞ്ഞ രോഗമില്ലാത്ത അവസ്ഥ. അപ്പൊ അത് ആയുർവേദം ആയിട്ട് ബന്ധിപ്പിച്ച് കേരള സർക്കാരാണെന്ന് ഓർത്താൽ മതി. ഈ ആരോഗ്യ സേതുവായിട്ട് ബന്ധപ്പെട്ടേ തമിഴ്നാടിനെ പറ്റി എന്തോ പറഞ്ഞില്ല, എന്തായിരുന്നു? എന്തോ ഒത്തിരിയോടെ ഉറപ്പ് ചോദിക്കോ? ഈ തമിഴ്നാട് ആരോഗ്യ സേതുവായി ബന്ധപ്പെട്ടേ തമിഴ്നാട് ആൻസർ എന്തോ സംഭവം പറഞ്ഞില്ലായിരുന്നു, എന്തുവായിരുന്നു? അതായത് ആരോഗ്യ സേതു ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. അതായത് വോയിസ് റെസ്പോൺസ്, നമ്മളിപ്പം മെസ്സേജ് കിട്ടിയ ആപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസ് അങ്ങനെയല്ലേ കൊടുക്കുന്നത്. ഇത് അങ്ങനെയല്ല. ആരോഗ്യ സേതുവിൽ ഒരു ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം, അതായത് ഈ ആരോഗ്യ പ്രവർത്തകരായിട്ട് അവർക്ക് സംസാരിക്കാം. ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ച സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. അതെ, ഇവിടെ നയന ഇട്ടിട്ടുണ്ട്, അത് തന്നെ കറക്റ്റ്. IVRS എന്ന് പറയുന്നത്, IVRS സിസ്റ്റം ഉപയോഗിച്ച് നന്ദി എന്നൊക്കെ പറയുന്നത്. അതെ അതെ. ശരി, അപ്പൊ നമ്മുടെ എയർബോൺ ഡിസീസസിൽ ഇത് കഴിഞ്ഞു. ഇനി നാം അടുത്തതിലോട്ട് പോട്ടെ. ഓക്കെ, അടുത്തത് നോക്കാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അതായത് നിങ്ങൾക്കറിയാം ലൈംഗികപരമായിട്ട് വരുന്ന ഡിസീസസ് ആണ്. നിങ്ങൾ കോവിഡ് ഇവിടെ അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അത് 3 തരത്തിലാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഗൊണോറിയ, പിന്നെ ഒന്ന് സിഫിലിസ്, മൂന്നാമത്തത് എയ്ഡ്സ് ആണ്. അപ്പൊ എയ്ഡ്സ് നിങ്ങൾക്ക് അറിയാം HIV വൈറസ് ആണ്.
അടുത്ത ഗൊണോറിയ, നിസീരിയ ഗൊണോറിയ എന്ന് പറഞ്ഞ രോഗാണുവാണ് അത് പകർത്തുന്നത്. ഓക്കെ, അടുത്ത സിഫിലിസ്, അത് ട്രിപ്പോണിമ പാലിഡം. ഓക്കെ, ഈ 2 പേരുകള് ഇത് ഈ അടുത്തൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ കുറച്ചും കൂടി പഴക്കം 2007-11 ആ സമയത്തൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട് രോഗാണു ഏതെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ നിസീരിയ ഗൊണോറിയൊക്കെ എളുപ്പമല്ലേ, പേരിൽ തന്നെ ഉണ്ടല്ലോ. അടുത്ത സിഫിലിസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും, അതാണ് ട്രിപ്പോണിമ പാലിഡം. എയ്ഡ്സ് നിങ്ങൾക്കറിയാം? അതെ, HIV. ശരി, അടുത്ത സ്ലൈഡിലോട്ട് പോട്ടെ. ഓക്കെ, അടുത്ത ഹെറിഡിറ്ററി ഡിസീസസ് ആണ്, അതായത് പാരമ്പര്യമായിട്ട് വരുന്ന ജനിതക രോഗങ്ങളാണ്. ഇതും നിങ്ങൾക്ക് അറിയാം. സിക്കിൾ സെൽ അനീമിയ നമ്മൾ പറഞ്ഞായിരുന്നു, ഹീമോഫീലിയ നമ്മൾ പറഞ്ഞായിരുന്നു, കളർ ബ്ലൈൻഡ്നസ് വർണ്ണാന്ധത നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെയുള്ള ഒരു അസുഖമാണ് ഹണ്ടിങ്ടൺ ഡിസീസ്. ഇത് ജസ്റ്റ് ഒന്ന് പേര് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അതെന്താണ് അങ്ങനെയൊന്നും പഠിക്കണ്ട. ഒരു ടെക്നിക്കൽ എക്സാമിന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അതങ്ങനെ ഇതാക്കണമെന്നില്ല. ഈ സിക്കിൾ സെൽ അനീമിയ നിങ്ങൾക്ക് അറിയാലേ, മറ്റേ RBC എന്താണ് അരിവാൾ നിറത്തിൽ അരിവാൾ രൂപത്തിൽ ആവുന്ന ഒരു അസുഖമാണ്. കൂടുതൽ നമ്മൾ വയനാട്ടിൽ അവിടേക്കാണ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് ഹീമോഫീലിയ നിങ്ങൾക്കറിയാം, ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്. അപ്പൊ അതും ജനറ്റിക് ആയിട്ട് വരുന്നതാണ്. അടുത്ത കളർ ബ്ലൈൻഡ്നസ് നിങ്ങൾക്കറിയാം, ഡാൽട്ടണിസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു, വർണ്ണാന്ധതയാണ്, ചുവപ്പും പച്ചയാണ് തിരിച്ചറിയാൻ പറ്റാത്തത്. അടുത്ത ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീകോശങ്ങൾ അഫക്ട് ചെയ്യുന്നതാണ്, അതായത് മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങൾ അഫക്ട് ചെയ്യുന്ന ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഹണ്ടിങ്ടൺ ഡിസീസ്. അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് കൂടെ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. അപ്പൊ ഇത് 4 ഒന്ന് നോക്കാം: സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, അതുപോലെ വർണ്ണാന്ധത, പിന്നെ ഹണ്ടിങ്ടൺ ഡിസീസ്. ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്ത ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ. ഓക്കെ, അപ്പൊ അതിൽപ്പെട്ടതാണ് ഒന്ന് ഡയബറ്റിസ് മെലിറ്റസ്, നിങ്ങൾക്ക് അറിയാം, പ്രമേഹം. പിന്നെ അടുത്തത് ഹൈപ്പർ ടെൻഷൻ, അറിയാം, രക്തസമ്മർദ്ദം, ഉയർന്ന രക്തസമ്മർദ്ദം. അടുത്ത ഹൈപ്പർ കൊളസ്ട്രീമിയ, അതായത് കൊളസ്ട്രോൾ ലെവൽ സാധാരണയിൽ നിന്നും കൂടുന്ന അവസ്ഥ. അടുത്ത ഒബിസിറ്റി, നിങ്ങൾക്ക് അറിയാം, പൊണ്ണത്തടി, അമിതവണ്ണം എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ പെട്ടതാണ്. ഈ ഡയബറ്റിസ് മെലിറ്റസും പാരമ്പര്യമായിട്ട് വരുന്നതുണ്ട്, പക്ഷെ അതൊരു പാരമ്പര്യജനിത രോഗമാണെന്ന് പറയുന്നില്ല. പാരമ്പര്യമായിട്ട് വരാം എന്നുള്ളത് അതിന്റെ ഒരു കോസ് മാത്രമാണ്. അപ്പൊ പൊതുവെ ജീവിതശൈലി രോഗമായിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഒന്ന് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഹൈപ്പർ കൊളസ്ട്രീമിയ, ഒബിസിറ്റി. ഈ പോർഷൻ ഒന്നും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് രോഗങ്ങൾ കുറച്ചൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല, കാരണം ഒട്ടുമിക്കത് നിങ്ങൾ കണ്ടും കേട്ടും എല്ലാം അറിയണ്ടാവും. ശരി, അടുത്തത് ബ്ലഡ് ബോൺ ഡിസീസസ് ആണ്, അതായത് രക്തജന്യ രോഗങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലേ? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ്, ലിവറിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, കരളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഐറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലേ, ഇൻഫ്ലമേഷൻ ആണ്. ഹെപ്പാറ്റോ എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഹെപ്പാറ്റോ എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഗ്രീഷ്മ? അതെ, ലിവർ. ഓക്കെ, അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ലിവറിന്റെ ഇൻഫ്ലമേഷൻ ആണ്. ഓക്കെ, ലിവർ ഇൻഫെക്ഷൻ ആണെന്ന് നോക്കാം. അടുത്തത് എയ്ഡ്സും ബ്ലഡ് ബോൺ ആയിട്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി എയ്ഡ്സ് വരാം. ഓക്കെ, അപ്പൊ എയ്ഡ്സും ഒരു ബ്ലഡ് ബോൺ ഡിസീസ് ആണെന്ന് നോക്കാം. ഇനി ഒത്തിരി ബ്ലഡ് ബോൺ ഡിസീസസ് ഉണ്ട്, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് PSCക്ക് വേണ്ടി ഇത്ര നോക്കിയാൽ മതി, ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ എയ്ഡ്സും. ശരി, അടുത്ത വാട്ടർ ബോൺ ഡിസീസസ് ആണ്, അതായത് ജലത്തിലൂടെ പകരുന്ന ഡിസീസസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, പോളിയോമൈലൈറ്റിസ്. ഓക്കെ, പോളിയോമൈലൈറ്റിസ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പോളിയോ തന്നെ, പോളിയോ വൈറസ് ആണ് രോഗാണു. ഓക്കെ, അടുത്ത കോളറ വിബ്രിയോ കോളറ ബാക്ടീരിയ ആണ്, വിബ്രിയോ കോളറയാണ്. അടുത്തത് ടൈഫോയിഡ്. കോളറ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ വിഷൂജിക വൈറൽ എക്കോണമി ഇത് പറയുന്നത്. അടുത്ത ടൈഫോയിഡ് നമുക്കറിയാം, നല്ല ഭംഗിയായിരിക്കും, സാൽമണല്ല ടൈഫിയാണ് അതിന്റെ ബാക്ടീരിയ.
അടുത്ത ജോണ്ടിസ് നിങ്ങൾക്ക് അറിയാം, മഞ്ഞപ്പിത്തം. ഇത് അടുത്ത ഹെപ്പറ്റൈറ്റിസ്, അത് നിങ്ങൾക്ക് അറിയാം. ഇനി ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ജോണ്ടിസും ഹെപ്പറ്റൈറ്റിസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് നിങ്ങൾ എഴുതിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് പറഞ്ഞതാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇതെന്താണ്? ഐറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. അടുത്ത ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെപ്പറ്റൈറ്റിസും ജോണ്ടിസിന്റെ ഒരു കാരണമായിട്ട് വേണമെങ്കിൽ വരാം. കാരണം ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മഞ്ഞപ്പിത്തം. ഈ മഞ്ഞപ്പിത്തത്തിൽ എന്താ സംഭവിക്കുക? ഇതും ഒരു ലിവറിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് ആണ്. പക്ഷേ ഈ ജോണ്ടിസിൽ ബിലിറൂബിൻ പിഗ്മെന്റ്, നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ RBC ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന 2 പിഗ്മെന്റ്സ് ആണ് ബിലിറൂബിനും ബിലിവേർഡിനും. ഓക്കെ, അതിൽ ബിലിറൂബിന്റെ പിഗ്മെന്റ് കൂടുതലായിട്ട് വരും. ഓക്കെ, അങ്ങനെ ഒരു യെല്ലോ കളറേഷൻ ആവും. കണ്ണ് മഞ്ഞ, തൊലി, നമ്മുടെ വിരലുകളുടെ അവിടെ നഖങ്ങള് എന്താണ് നമ്മുടെ സ്കിന്നെല്ലാം മഞ്ഞ കളറാവും. ആ ഒരു അവസ്ഥയാണ് ലാസ്റ്റ് മഞ്ഞപ്പിത്തം ആവുന്നത്, ബിലിറൂബിൻ പിഗ്മെന്റ് കൂടുന്ന അവസ്ഥ. ഓക്കെ, അപ്പൊ ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ല, പക്ഷെ ഹെപ്പറ്റൈറ്റിസ് മൂലം ഈ ജോണ്ടിസ് ഒരു കാരണമാകാം. ഓക്കെ, ഈ പോയിന്റ്സ് നിങ്ങൾ ഇത് എഴുതിയെടുക്കണമെന്നില്ല, വാട്ടർ ബോൺ ഡിസീസസ് ഏതാണെന്ന് എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ഇതാണ് ഡയറിയ. അത് നിങ്ങൾക്ക് അറിയാലേ, വയറിളക്കം നിങ്ങൾക്ക് അറിയാം. അതുപോലെ ലെപ്റ്റോസ്പൈറോസിസ് ആണ് എലിപ്പനി. ഓക്കെ, എലിപ്പനി അതും വാട്ടർ ബോൺ ആണ്. അടുത്തത് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ വയറുകടിയാണ്, വയറുകടി. അടുത്തത് നിങ്ങൾക്ക് അറിയാം ഷിജലോസിസ് ഒരു വാട്ടർ ബോൺ ആണ്. എന്താണ്? മലിനമുക്തമായ വെള്ളം ഇതിലൂടെ വരുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ ഡയറിയ, വയറിളക്കം, ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി, ഡിസെൻട്രി, വയറുകടി, പിന്നെ ഷിഗല്ലോസിസ്. ഓക്കെ, ഇനി ഷിഗല്ലോസിസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഷിഗല്ല ബാക്ടീരിയ ആണ് ഇത് പകർത്തുന്നത്. ഷിഗല്ല ബാക്ടീരിയ പേരിൽ തന്നെ ഉണ്ട്, ഷിഗല്ല ബാക്ടീരിയ. ഇതെന്താണ്? കുടലിലുണ്ടാവുന്ന അണുബാധയാണ്. ഓക്കെ, അപ്പൊ ഏത് അവയവത്തെയാണ് ഇത് ആദ്യം ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ കുടലിലാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സൂപ്പർ ബഗ്സ് ആണ് ഇത് പരത്തുന്നത്. അതായത് ഈ ഷിഗല്ല ബാക്ടീരിയ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വിചാരിക്കും ബാക്ടീരിയൽ ഡിസീസ് അല്ലേ, അപ്പൊ ആന്റിബയോട്ടിക്സ് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് മാറിക്കൂടെ, പിന്നെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തൂടെ ഇതെന്ന് വിചാരിക്കും. പക്ഷെ ഈ ഷിഗല്ല ബാക്ടീരിയ ഇതിനകത്ത് വന്നിരിക്കുന്ന മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ആണ്. അതായത് ഈ ആന്റിബയോട്ടിക്സിനെയൊക്കെ അത് റെസിസ്റ്റ് ചെയ്യുവാണ്. അപ്പം റെസിസ്റ്റ് ചെയ്യുമ്പോൾ സൂപ്പർ ബഗ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഡിഫിക്കൽട്ട് ആവുന്നത്. ഓക്കെ, അപ്പം ഈ ഷിഗല്ല ബാക്ടീരിയ എന്ന് പറയുന്നത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് ഇതിനെ സൂപ്പർ ബഗ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിൽ ആദ്യമായിട്ട് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്.